ഭഗവാൻ അമ്പാടിയിലും വൃന്ദാവനത്തിലുമായി അനവധി ആളുകളെ തൻ്റെ അടുത്തേക്ക് ആകർഷിച്ച് വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. അവർക്കൊക്കെ ആദ്യം പറഞ്ഞ പോലെ ഭഗവാനിൽ രതി കിട്ടി, ഭഗവാനിൽ വിലയം പ്രാപിച്ചു. ഇവിടെയുള്ള പ്രാരബ്ധങ്ങളൊക്കെ ഭഗവാന്റെ അടുത്ത് വന്ന് ഭഗവാന്റെ കൈകൊണ്ട് മോക്ഷം കിട്ടിയതോടെ ഇല്ലാതായി പ്രാരബ്ധങ്ങളെന്നർത്ഥം. അതിൻ്റെ കഥകൾ നമ്മൾ കേട്ടതാണ്. ആദ്യം പൂതന, പിന്നെ ശകടാസുരൻ, പിന്നെ തൃണാവർത്തൻ, പിന്നെ കാട്ടിലേക്ക് പോകാൻ തുടങ്ങിയതോടെ വത്സാസുരൻ, ബകാസുരൻ, നഖാസുരൻ. ഇങ്ങനെ പറഞ്ഞാൽ തീരില്ല. പക്ഷേ നളഗോപുരന്മാരെ, മണിഗ്രീവന്മാരെ മോചിപ്പിച്ചു. അത് കഴിഞ്ഞ് ബ്രഹ്മാവിനെ അമ്പരപ്പിച്ചു. പിന്നെ ദേവേന്ദ്രൻ ഭഗവാന്റെ മുമ്പിൽ മൂക്കുത്തി കാക്കറിഞ്ഞു, അല്ലാണ്ട് എന്താ പറയുക. ഇങ്ങനെ ഒരുവിധം ആളിലൊക്കെ ആയി. ഈ സമയത്ത് നാരദൻ വൃന്ദാവനത്തിലെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞ് കംസനോട് ചെന്ന് പറഞ്ഞു, കംസമഹാരാജാവേ, അങ്ങനെയാണ് ശത്രുക്കൾ എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഞാൻ. ഇപ്പോൾ അങ്ങ് വൃന്ദാവനത്തിലേക്ക് ആരെയാണ് വിട്ടിരിക്കുന്നത്? അരിഷ്ടൻ, കേശി, വ്യോമൻ തുടങ്ങിയവരൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ എല്ലാവരുടെയും അരിഷ്ടുകൾ തീരും. അരിഷ്ടനെ കാളയുടെ വേഷത്തിൽ വന്നപ്പോൾ ഭഗവാൻ കൊന്നു. വ്യോമനെ കള്ളന്റെ വേഷത്തിൽ വന്ന് കുട്ടികളെ ശ്വാസം മുട്ടിക്കുമ്പോൾ കയ്യോടെ പിടിച്ച് ഭഗവാൻ ശ്വാസം മുട്ടിച്ചു കൊന്നു. കുതിരയുടെ വേഷത്തിൽ വന്ന കേശിയെ വായിൽ കൈയിട്ട് തുപ്പാനും ഇറക്കാനും വയ്യാതെ കണ്ണു തുറിച്ച് നിലം വിട്ട് കാലിങ്ങനെ പെട്ടച്ച് കയ്യുമൊക്കെ അടിച്ചു തൂങ്ങി ചത്തു വീണു. അങ്ങനെയാണ് കൊന്നത്. ഇപ്പോൾ ഒരുവിധം എല്ലാമായി. അതുകൊണ്ട് അവർ വൃന്ദാവനത്തിലുണ്ടെന്ന് ഉറപ്പായി. ഞാൻ ചെന്നു കണ്ടു. അതുകൊണ്ട് അങ്ങട് ഇനി അധികം ആരെ അറ്റിട്ട് കാര്യമില്ല. നമുക്ക് വേറൊരു പരിപാടി ആസൂത്രണം ചെയ്യാം. അതെന്താത്? ഇങ്ങോട്ട് വരുത്തുക. യശോദായ സുധാൻ കന്യാം ദേവക്യ കൃഷ്ണമേവച്ച രാമച്ച രോഹിണീപുത്രം വസുദേവേന ബിഭ്യതാന്യസ്തൗ സ്വമിത്രേ നന്ദേവി. നാരദൻ ഇതേവരെ രഹസ്യമാണെന്ന് വെച്ചിരുന്നതൊക്കെ പരസ്യമാക്കി കംസന്റെ മന്ത്രിസഭയില് യശോദയുടെ മകളായിരുന്ന പെൺകുട്ടിയെ അങ്ങ് കാല് പതിച്ചെടുത്ത് ദേവകിയുടെ കുട്ടിയാന്ന് പറഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചത്. ആ സമയത്തേക്ക് വസുദേവൻ മാറ്റിക്കിടത്തിയിരുന്നു. പുഴ നീന്തിക്കിടന്ന് ഇതൊന്നും അങ്ങ് അറിഞ്ഞില്ല. ഞാനിതൊക്കെ രഹസ്യമായിട്ട് അന്വേഷിക്കേണ്ടിടത്തൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കി. അതുകൊണ്ട് ഇനി അങ്ങനെ ആളെ അയക്കുമ്പോൾ ഈ ഈശ്വര വിദ്വേഷികളല്ലാത്തവരാരെങ്കിലും കുറച്ച് ബഹുമാനം ഒക്കെ ഉള്ളവരുണ്ടോ അങ്ങയുടെ മന്ത്രിസഭയിൽ? അക്രൂരൻ ഏകാദശി ആകുമ്പോൾ അയാൾ ലീവെടുത്ത് പോവും. നാമജപമൊക്കെയാണെന്നാ കേൾക്കണേ. ഞാൻ അന്വേഷിക്കാറില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിക്കാറുള്ളൂ. നമ്മൾ അക്രൂരനെ പിടിച്ച് അങ്ങ് കൽപ്പിക്കുക. എന്തായാലും അങ്ങ് പറഞ്ഞാൽ കേൾക്കൂലോ. വേഗം വൃന്ദാവനത്തിൽ ചെന്ന കുട്ടികളെ സൂത്രത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരണം. രോഹിണിയുടെ പുത്രനായ ബലരാമനും ദേവകിയുടെ പുത്രനായ കൃഷ്ണനും അവിടെ സുഖമായിട്ട് കഴിയുകയാണ്. അത് നീ സമ്മതിക്കണ്ട. ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നാൽ ഇവിടെ അങ്ങയുടെ ചാണകരുടെ മുഷ്ടികനും ശരം ദോശരം തുടങ്ങിയ മല്ലന്മാരും കുലയാപീഠം എന്ന ആനയും ഒക്കെ ഉണ്ടല്ലോ ഇവിടത്തേക്ക്. പിന്നെ അങ്ങുണ്ട് വല്ല പ്രയാസമുണ്ടോ? അവരുടെ കഥ കഴിക്കാം. അപ്പം അങ്ങയുടെ ശത്രുക്കളെ കൊല്ലേണ്ടത് എങ്ങനെയെന്ന് ആസൂത്രണം ചെയ്ത് ഞാൻ വന്നിരിക്കുകയാണ്. നാരായണ എനിക്ക് പോകാലോ അല്ലേ? ശരി. കംസൻ അക്രൂരനെ വിളിച്ചു. ധൈര്യത്തിൽ നാരദൻ പോന്നു. നാരദൻ അടുത്ത പണി എന്താ? കൃഷ്ണനോട് പറയണം. ഭഗവാനോട് വന്ന് പറഞ്ഞു. ഇവിടുന്നിപ്പോൾ ഇവിടെയുള്ള വധങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ച് കയ്യും തുറച്ചിരിക്കല്ലേ. എന്നാ വരാൻ പോകുന്നു അക്രൂരൻ. ഭക്തോത്തമനായ അക്രൂരൻ അവിടുത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ വരികയാണ്. അക്രൂരൻ്റെ ഒപ്പം ചെന്ന് കംസാദികളെയും മല്ലന്മാരെയും കുലയാപീഠത്തിനെയും ഒക്കെ അങ്ങോട്ട് കൊന്നാൽ അവിടെ കുറച്ചു ദിവസത്തേക്ക് സുഖമായിട്ട് കഴിയാം. അപ്പോഴൊക്കെ ഞാൻ ജരാസന്ധൻ്റെ അവിടെ ചെന്ന് അന്വേഷിക്കാം. പാണ്ഡവന്മാർക്ക് വേണ്ടി രാജസൂയം ചെയ്യണ സമയമാകുമ്പോൾ
ഇവിടുത്തേക്ക് പാണ്ഡവന്മാരെ കൊണ്ട് ജരാസന്ധനെ കൊല്ലിക്കാം. പിന്നെ ദുര്യോധനാദികളുടെ രാജ്യലോഭം കൊണ്ട് പാണ്ഡവന്മാരെ ഉപദ്രവിക്കുമ്പോൾ ഭഗവാനെ അവിടത്തേക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പാണ്ഡവന്മാരെ രക്ഷിക്കാമെന്നും പറഞ്ഞ് ഇവിടുന്ന് പുറപ്പെടുമ്പോൾ കുരുപാണ്ഡവ യുദ്ധം ഉറപ്പാവും. അപ്പം അതിൽ ഇവിടുത്തെ ഈ ലോകത്തിലെ ദുഷ്ടന്മാരായ ആളുകൾക്കൊക്കെ അവിടുത്തെ അർജുനൻ്റെ വണ്ടിക്കാരനായിട്ട് കണ്ട് ലക്ഷ്യാമ്യ അർജുന സാരഥേ ഗീതോപദേശം കേട്ട് അവിടുത്തെ ലോകത്തേക്ക് എത്താം. എങ്ങനെ? എൻ്റെ പരിപാടികൾ ഭഗവാന്റെ യാത്ര വരെയുള്ളതൊക്കെ നാരദൻ ആസൂത്രണം ചെയ്ത് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ ഇടയിൽ കല്യാണം കഴിക്കാൻ മറക്കരുത്. ഗോപസ്ത്രീകളുടെ കഥ കേട്ട അനവധി തമ്പുരാട്ടിമാർ പെങ്കിടാങ്ങൾ അടിയൻ്റെ നിന്ന് മന്ത്രവും എഴുതി ജപിച്ച ഭഗവതി സേവ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് അവരൊന്നും നിരാശപ്പെടുത്തരുതേ. ഇനി വേണമെങ്കിൽ നരകാസുരൻ അവരൊക്കെ പണം ഒരിക്കലും കൊണ്ട് താമസിപ്പിക്കും. അപ്പോൾ പുള്ളിക്ക് ഒരാളെ കൊന്നാൽ ആ പെൺകുട്ടികളെ മുഴുവൻ കല്യാണം കഴിക്കാം. ഇങ്ങനെ സകല പരിപാടി നാരദം പറഞ്ഞ് പുകഴ്ത്തി അറിയിച്ചു. ഭഗവാൻ തിരിച്ചു. അക്രൂരൻ്റെ വരവും കാത്തിരിക്കുകയാണ്. അന്ന് ഭഗവാൻ ഇത്തിരി നേരത്തെ വന്നു. എന്താ അക്രൂരപ്പൻ വരണു നാരദം പറഞ്ഞതല്ലേ. അപ്പൊ നേരത്തെ വന്നു. നീ നേരത്തെയാണല്ലോ. ആ അമ്മേ കാക്ക കരഞ്ഞു, വിരുന്നുകാരൻ വരുന്നു. നല്ല സമയമല്ലേ വിരുന്നുകാരൻ വരാൻ. പറഞ്ഞ പോലെ അന്നാണ് അക്രൂരം വന്നത്. കംസൻ പറഞ്ഞിട്ട് തേരിൽ കയറി അദ്ദേഹം ഏകാദശി ശുദ്ധോപവാസം കഴിച്ച് ദ്വാദശിയിലന്ന് രാവിലെ പുറപ്പെട്ടിരിക്കണു. പക്ഷെ തേര് തെളിക്കാൻ വന്നു. ഭക്തനായതുകൊണ്ട് തേരിന് കൃഷ്ണനെ അങ്ങോട്ട് ഓർമ്മിപ്പിടിച്ച് ഇരുന്ന് കരയുകയായി. കുതിരകളെ തെളിക്കണ്ടേ? 4 കോടി വഴിയിൽ കുതിരകൾ അവർക്ക് തോന്നിയ വഴിക്ക് പോകും. അപ്പം പിന്നെന്താ ചെയ്യുക? അവരെ നേരാവണ്ണം തെളിക്കില്ല. ഓരോന്നും ഓർത്തിട്ട് അദ്ദേഹം സഭയിൽ ചെലവഴിച്ചു. എങ്ങനെയോ വളഞ്ഞു തിരിഞ്ഞും പറഞ്ഞും തേരിവിടെ എത്തി. ഭഗവാൻ കാത്തു നിൽക്കുന്നുണ്ടേ. തേരിൽ തങ്ങൾ ചാടി ഇറങ്ങിയിട്ട് അക്രൂരൻ ഭഗവാന്റെ പാദങ്ങളെ കണ്ടപ്പോഴേക്കും കിടന്ന് ഉരുളാൻ തുടങ്ങി. ഭഗവാൻ ഓടി 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 വന്ന് ഏട്ടനും അനിയനും കൂടി അക്രൂരനെ സ്വീകരിച്ച് കൊണ്ടുവന്നിരുത്തി ഭക്ഷണമൊക്കെ കഴിപ്പിച്ചു. വർത്തമാനങ്ങളൊക്കെ ചോദിച്ചു. അക്രൂരൻ്റെ ഒപ്പം പുറപ്പെട്ടു മധുരയിലേക്ക് എന്നാണ് ഇനി വർണ്ണിക്കുന്ന കഥ. ശ്രീകൃഷ്ണായ നമഃ. ശ്രീശുക ഉവാച സുഖോപവിഷ്ടപര്യങ്കേ രാമകൃഷ്ണോരുമാനിത ലേഭേ മനോരഥാൻ സർവാൻ മഥിയാൻ സചകാരഃ കിമലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനേ തഥാപി തൽപരാരാജ്യം നഹി വാഞ്ചന്തി കിഞ്ചന സായന്തനാശനം കൃത്വാ ഭഗവാൻ ദേവകീസുത സുഹൃത്സുഹൃത്തം കംസസ്യ പപ്രച്ഛാന്യചികീർഷിതം. ശ്രീഭഗവാനുവാച താതു സൗമ്യാഗതകചിത് സ്വാഗതം ഭദ്രമസ്തു അഭിസ്വജ്ഞാതിബന്ധൂനാം അനമീപമനാമയം കിന്നു ന കുശലം പൃച്ഛേധമാനേ കുലാമയേ കംസേ മാതുരനാമ്യംഗ സ്വാനാംനസ്തൽ പ്രജാസുച അഹോ അസ്മദഭൂൽഭൂരി പിത്രോർവൃജനമാര്യയോഃ യദ്ധേതോ പുത്രമരണം യദ്ധേതോർബന്ധനം തയോഃ ദിഷ്ട്യാദ്യ ദർശനം സ്വാനം മഹ്യം വസൗമ്യകാംക്ഷിതം സംജാതം വർണ്യതാം താത തവാഗമനകാരണം. ശ്രീശുക ഉവാച പൃഷ്ടോ ഭഗവതാ സർവം വർണ്ണയാമാസ മാധവ വൈരാനുബന്ധം യദുഷു വസുദേവവധോദ്യമം യൽസന്ദേശോ യദർത്ഥം വാ ദൂതഃ സംപ്രേഷിതഃ സ്വയം യദുക്തം നാരദേനസ്യ സജന്മാനകദുന്ദുഭേഃ ശ്രുത്വാ ക്രൂരവച കൃഷ്ണോ ബലശ്ച പരവീരഃ പ്രഹസ്യ നന്ദം പിതരം രാജ്ഞാദിഷ്ടം വിജജ്ഞതു ഗോപാൻ സമാദിശൽ സോപി ഗൃഹ്യതാം സർവഘോരസ ഉപായനാനി ഗൃഹ്ണേധ്വം യുജ്യന്താം ശകടാനി ച യാസ്യാമശ്വോ മധുപുരീം ദാസ്യാമോ നൃപതേരസാൻ ദ്രക്ഷ്യാമ സുമഹൽ പർവ യാന്തി ജാനപദാ കില
एवमाघोषयन् क्षत्र नन्दगोपस्वगोकुले गोप्यस्तास्तदुपश्रुत्य बभूवुर्व्यथिता भृशं रामकृष्णौ पुरीं नेतुम् अक्रूरं व्रजमागतं काश्चित्तत्कृतहृत्ता पश्वासम्लानमुखश्रिय स्रंसद्दुकूलवलयकेशग्रन्थिश्च काश्चन अन्याश्च तदनुध्याननिवृत्ताशेषवृत्तया नाभ्यजानन्यमं लोकम् आत्मलोकं गता इव स्मरन्त्यश्चापराः शौरे अनुरागस्मितेरिता हृदि स्पृशश्चित्रपदा गिरः सम्मुहुस्त्रिय गतिं सुललितां चेष्टां स्निग्धः सावलोकनं शोकापहानि नर्माणि प्रोद्धामचरितानि च चिन्तयन्त्यो मुकुन्दस्य भीता विरहकातरा समेता सङ्घर्षप्रोचु अश्रुमुख्योच्युताशयाः श्रेयगोप्य ऊचु अहो विधातस्तव न क्वचिल्दया संयोज्य मैत्र्या प्रणयेन देहिना तांश्चाकृतार्थान्वीनं क्षवार्थकं विक्रीडितं तेर्भगचेष्टितं यथा यस्त्वं प्रदर्श्यासितकुन्दलावृतं मुकुन्दवक्त्रं सुखपोलमुन्नसं शोकापनोदस्मितलेशसुन्दरं करोषि पारोक्षमसाधु ते कृतं क्रूरस्त्वमक्रूरसमाख्ययास्मना चक्षुरिहि दत्तं हरसे वदाज्ञवल् येनैकदेशेऽखिलसर्गसौष्ठवं तुदीयमद्राक्ष्मवयं मधुद्विष न नन्दसूनुक्षणभङ्गसौहृद समीक्षते न सुकृतादुरापदं विहाय गेहान् सुजनान् सुतान् पदीन् तद्दास्यमद्धोपगता नवप्रिया सुखं प्रभातारजनीयमाशिषा सत्या बभूवु पुरयोषितां ध्रुवं या सम्प्रविष्टस्य मुखं व्रजस्पदे पास्यन्त्यपाङ्गोल्कलितस्मितासवं तासां मुकुन्दो मधुमञ्जुभाषितैः गृहीतचित्तपरवान्मनस्व्यपि कथं पुनर्न प्रतियास्यते बला ग्राम्या सलज्जस्मितविभ्रमैर्भ्रमन् अद्य ध्रुवं तत्र दृशो भविष्यते दाशार्हभोजान्धकवृष्णिसात्वतं महोत्सवश्रीरमणं गुणास्पदं लक्ष्यन्ति ये चाध्वनि देवकीसुतं मयि तद्विधस्याकरुणस्य नाम भुल् अक्रूर इत्येतदतीव दारुणा योऽसावनाश्वास्य सुदुःखितं जनं प्रियाय प्रियं नेष्यति पारमध्वना अनार्द्रधीरेषु समास्थितो रथं तमन्वमी चत्वरयं दिगुर्मदा गोपा अनोभिस्तविरैरुपेक्षितं दैवं च नोद्य प्रतिकूलमीहते निवारयामः समुपेत्य माधवं किं नो करिष्यन् कुलवृद्धबान्धवा मुकुन्दसङ्गां निमिषार्धदुस्त्यज दैवेन विध्वंसितदीनचेतसां यस्यानुरागललितस्मितवल्गुमन्त्रलीलावलोकपरिरम्भणरासगोष्ठ्यां नीदास्मनः क्षणमिव क्षणदाविनाथं गोप्य कथं मतितरेम तमो दुरन्दं योऽह्नक्षये व्रजमनन्दसखः परीतो गोपैर्विशन् खुररजश्छुरिताळकस्रक् वेणुं पुणन् स्मितकटाक्षनिरीक्षणेन चित्तं क्षिणोत्यमुमृतेनु कथं भवेम श्रीशुक उवाच एवं ब्रुवाणा विरहातुराभृशं व्रजस्त्रियः कृष्णविषक्तमानसा विसृज्य लज्जां रुरुदु स्म सुस्वरं गोविन्द दामोदरा माधवा इति गोविन्द दामोदर माधवेति स्त्रीणामेवं रुदन्तीनामुदिते सवितर्यथा अक्रूरश्चोदयामास कृतमैत्रादिकोरथं गोपास्तमन्वसज्जन्ता नन्दाद्याः शकटैस्तदा आदायोपायनं भूरि कुम्भान् गोरससंहृतान् गोप्यश्च दयितं कृष्णम् अनुव्रज्यानुरञ्जिताः प्रत्यादेशं भगवता काङ्क्षन्त्यश्चावतस्थिरे तास्तथा तद्वितीर्वीक्ष्य स्वप्रस्थाने दूत्तम
സാന്ത്വയാമാസ സപ്രേമൈഃ ആയാസൈതി ദൗത്യകൈഃ യാവദാലക്ഷ്യത്തെ കേതും യാവത് രേണുരഥസ്യ ച അനുപ്രസ്ഥാപിതാത്മാനോ ലേഖ്യാനീവോപലക്ഷിതാഃ നിരാശാനിവൃതോ ഗോവിന്ദ വിനിവർത്തനെ വിശോകാഹനീന്യോ ഗായന്ത്യപ്രിയചേഷ്ടിതം ഭഗവാനപി സംപ്രാപ്തോ രാമാക്രൂരയിതോ നൃപ രഥേന വായുവേഗേന കാളിന്ദീമഖനാശിനിം തത്രോപസ്പൃശ്യ പാനീയം പീത്വാ മൃഷ്ടം മണിപ്രഭം വൃക്ഷഷണ്ഡമുപവ്രജ്യ സരാമോ രഥമാംസൽ അക്രൂരസ്താവുപാമന്ത്ര്യ നിവേശ്യ ചരഥോപരി കാളിന്ദ്യാഹൃതമാഗത്യ സ്നാനം വിധിവദാചരൽ നിമജ്യ തസ്മിൻ സലിലെ ജപൻ ബ്രഹ്മ സനാതനം താവേവ ദദൃശേ ക്രൂരോ രാമകൃഷ്ണൗ സമന്വിതോ തൗ രഥസ്ഥൗ കഥമിഹ സുതാവാനകദുന്ദുഭേ തർഹി സ്വിസ്യം ദിനേനസ്ത ഇത്യുന്മജ്ജവ്യചഷ്ടുസ തത്രാപി ച യഥാ പൂർവം ആസീനൗ പുനരേവ സ നിമജ്ജൽ ദർശനം യന്മേ മൃഷാ കിം സലിലേ തയോഃ ഭൂയസ്തത്രാപി സോദ്രാക്ഷി സ്തൂയമാനമഹീശ്വരം സിദ്ധചാരണഗന്ധർവൈഃ അസുരൈർനതകന്ധരൈഃ സഹസ്രശിരസം ദേവം സഹസ്രപ്രണവവിലിനം നീലാംബരം വിസശ്വേതം ശൃംഗൈശ്വേതമിവ സ്ഥിതം തസ്യോത്സംഗേ ഘനശ്യാമം പീതകൗശേയവാസസം പുരുഷം ചതുർഭുജം ശാന്തം പത്മപത്രാരുണേക്ഷണം ചാരുപ്രസന്നവദനം ചാരുഹാസനിരീക്ഷണം സുഭ്രൂന്യസം ചാരുകർണം സുഖപോലാരുണാധരം പ്രലംബപീവരഭുജം തുംഗാം സോരസ്ഥലശ്രിയം കമ്പുകണ്ഠം നിമ്നനാഭിം വലിമൽപല്ലവോദരം ബൃഹൽക്കടിതടശ്രോണികരഭോരുദ്വയാൻവിതം ചാരുജാനിയുഗം ചാരുജംഘായുഗസംയുതം തുംഗഗുൽഭാരുണനഖപ്രാതദീധിതിഭിർവൃതം നവാങ്കുല്യങ്കുഷ്ഠദളൈർവിലസൽ പാദപങ്കജം സുമഹാർഹമണിവ്രാതകിരീടകടകാംഗദൈഃ കടിസൂത്ര ബ്രഹ്മസൂത്രഹാരനൂപുരകുണ്ഡലൈഃ രാജമാനം പത്മകരം ശംഖചക്രഗദാധരം ശ്രീവത്സവക്ഷസം രാജകൗസ്തുഭം വനമാലിനം സുനന്ദനന്ദപ്രമുഖൈ പാർഷദൈഃ സനകാദിഭിः സുരേശൈർ ബ്രഹ്മരുദ്രാദ്യൈ നവോത്തമൈഃ പ്രഹ്ലാദനാരദവസുപ്രമുഖൈർ ഭാഗവതോത്തമൈഃ സ്തുയമാനം പൃഥഗ്ഭാവൈർവചോഭിരമലാത്മഭിः ശ്രിയാ മുഖ്യാ വിദ്യയാ ശക്ര്യാ മായയാ ച നിഷേവിതം വിലോക്യ സുഭൃശം പ്രീത ഭക്ത്യാ പരമയാ യുത ഹൃഷ്യത്തനൂരുഹോ ഭാവപരിക്ലിന്നാത്മലോചന ഗിരാഗദ്ഗതയാസ്തൗഷിൽ സത്വമാലംബ്യ സാത്വത പ്രണമ്യമൂർച്ഛനാവഹിത ഗൃഹാഞ്ജലിപുടശനൈഃ ശ്രീകൃഷ്ണായ നമഃ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അക്രൂരം വൈകുണ്ഠം കണ്ട് സ്തുതിക്കുന്നു. ചത്വാരിംശോऽധ്യായ ശ്രീശൂരവാച നദോഷ്മ്യഹം ദ്വാഖിലഹി യദുഹേതും നാരായണം പുരുഷമാദ്യമവ്യം എന്നാഭിജാതാദരവിന്ദകോശാൽ ബ്രഹ്മാവിരാൽ ശ്രീജലയേശലോക ഖമാതിർമഹാനുജാതിർമന ഇന്ദ്രിയാണി സർവേന്ദ്രിയാർത്ഥാകുതാശ്ച സർവേ ഹേതവസ്തേ ജഗതോ ഗുണ്ടഭൂത നൈതേശ്വരൂപം വിതരാത്മനസ്തേ യഥാ ദേവനാത്മതയാ ഗൃഹീത അജോനുബദ്ധസ ഗുണീരജായ ഗുണാത്പരം വേദനതേ സ്വരൂപം ത്വാം യോഗിനോ യജന്ത്യദ്ധാ മഹാപുരുഷമീശ്വരം സാധ്യാത്മം സാധിഭൂതം ച സാധിദേവം ച സാധവ ത്വയാ വൈ വൈതാനികാദ്യ യജന്തേ വിജനേര്യജ്ഞേനാനാരൂപാവരാക്ഷയ ഏകേ ത്വാഖിലകർമാണി സന്യസ്യോപശമം ഗത ജ്ഞാനിനോ ജ്ഞാനയജ്ഞേന യജന്തി ജ്ഞാനവിഗ്രഹം അന്യേ സംസ്കൃതാത്മാനോ വിധിനാഭിധേന തേ യജന്തി ത്വന്മയാസ്ത്വാം വൈ ബഹുമൂർത്യേകമൂർത്തികം ത്വാമേവാന്യേ ശിവോക്തേന മാർഗേണ ശിവരൂപിണം ബഹുവാചാര്യവിഭേദേന ഭഗവാൻ സമുപാസതേ
സർവ ഏവ യജന്തി ത്വാം സർവദേവമഹേശ്വരം ഏപ്യന്യദേവതാഭക്ത്യാദ്യപ്യന്യധിയ പ്രഭോ യഥാദ്രിപ്രഭവാനദ്യപർജന്യാ പൂരിതാ പ്രഭോ വിശന്തി സർവദശിന്ദം തദ്വൃത്താം ഹൃദയം ദദാ സത്വം രജസ്തമ ഇതി ഭവതഃ പ്രകൃതേർഗുണാ തേഷു ഹി പ്രാകൃതാ പ്രോദാ ബ്രഹ്മസ്ഥാവരാദയാ തുഭ്യം കാമസ്തേസ്ത്വവിഷക്തദൃഷ്ടയേ സർവാത്മനെ സർവധിയാം ച സാക്ഷിണേ ഗുണപ്രവാഹോയമവിദ്യയാകൃതപ്രവർത്തതേ ദേവം നിർഹൃത്യകാത്മസു അഗ്നിർമുഖം ദേവം നിരീക്ഷണം സൂര്യോ നഭോ നാഭിരഥോ ദിശശ്രുതി ദ്യൗകം സുരേന്ദ്രാസ്തവബാഹോർണവാകുക്ഷർമരുത്കാണതലം പ്രകൽപ്പിതം രോമാണി വീക്ഷൗഷധയശിരോരുഹാമേഘാപരസ്യാസ്തി നഖാനി ചേദ്രയ നിവേഷണം രാഗ്രഹണീ പ്രജാപതിർമേഘസ്തവൃഷ്ടിസ്തവ വീര്യമിഷ്യതേ ത്വയ്യവ്യയാത്മൻ പുരുഷേ പ്രകൽപ്പിത ലോകാ സവാലാ ബഹുജീവസങ്കുല യഥാ ജലേ സഞ്ജിഹതേ ജലൗകസോപ്യതുംബരേ വാമശകാമനോമയേ യാനി യാനി ഹരൂപാണി ക്രീഡനാർത്ഥം വിഭർഷി തൈരാമൃഷ്ടശിശോ ലോകാമുദാകായന്തി ദേശ നമസ്കാരമസ്യാബ്ധിജരായ ച ഐശീർഷ്ണേ നമസ്തുഭ്യം മധുകൈഠവമത്യവേ അകൂകാരായ മ്യതേ നമോ മന്ദരധാരിണേ ശുദ്ധാരവിഹാരായ നമസ്സുകരമൂർത്തയേ നമസ്തേ ഭൂതസിംഹായ സാധുലോകഭയാവഹ വാമനായ നമസ്തുഭ്യം കക്രാന്തത്രിഭുവനായ ച നമോ ഭൃഗൂണാംബദേ ദൃഷ്ടക്ഷത്രവരച്ഛിതേ നമസ്തേ രഘുപതിയായ രാവണാന്തകരായ ച നമസ്തേ വാസുദേവായ നമഃ സംഘർഷണായ ച പ്രദ്യുമ്നായ അനിരുദ്ധായ സാത്വതാംബദയേ നമഃ നമോ ബുദ്ധായ ശുദ്ധായ ചൈതന്യമോഹിനേ മ്ലേച്ഛപ്രായ ക്ഷത്രഹന്ത്രേ നമസ്തേ കൽക്കിരൂപിണേ ഭഗവൻ ജീവലോകോഹിതസ്തവമായ അഹം മമേത്യശ്രദ്ധാഹ ഓം ഭ്രാമ്യതേ കർമ്മവർപ്പസു അഹം ചാത്മജാകാരധാരാർത്ഥസ്വജനാദിഷു ഭ്രമാമി സ്വത്മകൽപ്പേഷു മൂഢസത്യധിയോ അനിത്യാനാത്മദുഃഖേഷു ഗര്യേണതിർഹ്യഹം ദ്വന്ദ്വാരാമസ്തമോ വിഷ്ണോ ന ജാനേ ത്വാത്മന പ്രിയം യഥാ ബുധോ ജലം ഹിത്വാ പ്രതിച്ഛന്നം തദുദ്ഭവേ അഭ്യേതി മൃഗകൃഷ്ണാ വൈ തദ്വൽത്വാഹം വരാന്മുഖ നോത്സഹേഹം ഗൃണതി കാമകർമ്മഹതം മന രോദ്ധും പ്രമാധിവിശ്ചാക്ഷേർയമാണമിതസ്തദാ ത്വഹം താൻകുവകദോസ്മി സദാം ദുരാപം തച്ചാപ്യഹം ഭവദനുഗ്രഹ ഈശമന്യേ പുംസോ ഭവേർഹി സംസരണാപവർഗസ്ത്വയ്യജനാപ സത് ഉപാസനയാമതിസ്യ നമോ വിജ്ഞാനമാത്രായ സർവപ്രത്യയഹേതവേ പുരുഷേ സപ്രധാനായ ബ്രഹ്മണേ നന്ദശക്തയേ നമസ്തേ വാസുദേവായ സർവഭൂതക്ഷയായ ച ശ്രീകേശ നമസ്തുഭ്യം പ്രപന്നം പാഹി മാം പ്രഭോ ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ആത്മഹംസം സംഹിതായാം നമസ്കൃതേ ഭഗവതേ അക്കൂരസ്തുതിർനാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഏകതത്വാംശോധ്യായ ശ്രീശുകവാച ത്വതസ്തസ്യ ഭഗവാൻ ദർശയിത്വാ ജലേ വപു ഭൂയസമാഹരൽ കൃഷ്ണോ നടോ നാട്യമിവാത്മന ഗോപിയാം ദർഹിതം വീക്ഷജലാദുന്മജ്ജ സത്വര കൃത്വാചാവശ്യകം സർവം വിസ്മൃതവർദ്ധമാഗമൻ സമപൃച്ഛതു ശ്രീകേശ കിം തേ ദൃഷ്ടമിവാത്ഭുതം ഭൂമൗ യദി ത്വയേവാ തഥാ ത്വാം രക്ഷയാമഹേ ശ്രീ അക്ഷുരവാച അദ്ഭുതാനി ഹയാവന്തി ഭൂമൗ യദി ത്വാചലേ തൈ വിശ്വാത്മകേതാനി കിം മേ ദൃഷ്ടം വിവശ്യത തത്രാദ്ഭുതാനി സർവാണി ഭൂമൗ യദി വാചലേ തം ത്വാം വിവശ്യതോ ബ്രഹ്മൻ കിം മേ ദൃഷ്ടമിഹാദ്ഭുതം ഇത്യുക്ത്വാ ചോദയാമാസ ചന്ദനം കാന്തിനീസുത മഥുരാമനേൽ രാമം കൃഷ്ണം ജൈവദിനാത്തെ മാർഗേ ഗ്രാമജനാരാജം തത്ര തത്രോപസംഗത വസുദേവസോ വീക്ഷപ്രീതാ ദൃഷ്ടിം ന ജാതതു താവത് പ്രയോഗസസ്തത്ര നന്ദഗോപാദയോഗ്രത പുരോപവനമാസാദ്യ പ്രതീക്ഷന്തോ വധസ്ഥിരേ താൻ സമേത്യാഹ ഭഗവാൻ അക്കൂലം ജഗദീശ്വര ഗൃഹീത്വാ വാണിനാ വാണിം പ്രശ്രുതം പ്രഹസന്നിവ ഭവാൻ പ്രവിശതാമഗ്രേ ഹയാനപുരീം ഗൃഹാം അയം ദിഘാവമുച്യാതോ ദ്രക്ഷ്യാമഹേ പുരീം അക്രൂരവാചാനാഹം ഭവദ്ഭ്യാം രഹിതപ്രവേക്ഷേ മഥുരാം പ്രഭോ ത്യക്തും നാർഹസി മാം നാഥഭക്തം ദേ ഭക്തവത്സല ആഗച്ഛയാമദേഹാൻ സനാഥാൻ കുവധോക്ഷജ സഹാഗ്രജസ്യ ഗോപാലൈ സുഹൃദ്ഭിസ്യ സുഹൃത്തമ പുരീഹി പാദരജസാ ഗൃഹാന്നോ ഗൃഹമേധിനാം യച്ഛോജേനാനുതൃപ്യന്തി വിജരസാഗ്നേസുര അവനിജ്ഞരാംഘ്രിയുഗമാസീശ്വരോപനിർമഹാൻ ഐശ്വര്യമധുരം ലേഭേ ഗതിം ജൈകാന്തിനാം തുയ അവസ്ഥയങ്കവനേ ജന്യ സ്ത്രീലോകാൻ സുജയോ പുനഃ ശിരസാ തദ്ദയാ സർവ സൂര്യാത്മജ ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന
യദൂത്തമോത്തമശ്ലോകനാരായണ നമോസ്തുതേ. ശ്രീഭഗവാൻ വാച ആയാസ്യേ ഭവതോ ദേഹമഹമാരി സമന്വിത യതി ചക്രദ്രുഹം ഹത്വാ വിദരിഷ്യേ സുഹൃത്പ്രിയം. ശ്രീശുകവാച ഏവമുക്തോ ഭഗവതോസോ ക്രൂരോ വിമനായിവ പുരീം പ്രവിഷ്ടകംസായ ധർമാവേദ്യഗൃഹം ജയൗ. അഥാപരാണ്യേ ഭഗവാൻ കൃഷ്ണസംഘർഷണാന്വിത മധുരാ പ്രാവിശദ്ഗോപേദ്യദൃക്ഷപരിവാരിത വിദർശകാം പാടികതുംഗഗോപുരദ്വാരാം ബൃഹദ്രേമകവാടതോരണാം താമ്രാരകോഷ്ടാംബരിഘാതുരാസതമുദ്യാനരമ്യോ ഭവനോപശോഭിതാം സവർണശൃംഗാടകഹർണനിഷ്കുടൈശരീശഭാഗിർഭവനീരുപസ്കൃതാം വൈഡൂര്യവജ്രാമലനീലവിദ്രുമേർമുക്താഹരിർവേദിഷു മുഖരന്ധ്രകുട്ടിമേഷു അഭിഷ്ടപാരാവതവിഹീനാദിരാം സംസിക്തരത്യാപണമാർഗുജത്വരാം പ്രകീർണമാല്യാകുലലാചതണ്ടുലാം ആപൂർണകുംഭേപര്യന്തനോക്ഷിതേ പ്രസൂനൈവാവല്ലവൈ സവന്തരം ഭാക്രമുഖേഹകേതുവീശ്വരംകൃതദ്വാരഗൃഹാം സപട്ടികൈ താം സംപ്രവിഷ്ടോ വസുദേവനന്ദനോ വൈശ്വീർണഹൃദേവനത്മന ദ്രഷ്ടും സമീയുക്തരിതാപുരസ്ത്രിയോ ഹർമ്യാണി ജൈവാഭിഭൂർണപോത്സുക കാശ്ചിദ്വിവിദ്യധൃതവസ്ത്രഭൂഷണാ വിസ്മൃത്യജൈകം യുഗളേഷ്വധാപര ഹൃദൈകപത്രശ്രവണീകനൂപുരാണം ത്വാദ്വിതീയം തവരാശലോചനം അശ്നന്ദേകാതവാശ്യസോത്സവാഭ്യജ്യമാനാ കൃതോപജന്മന സ്വവന്ധ്യൗത്ഥാനി അകൃതോപമജ്ജന സ്വവന്ധ്യൗത്ഥായ നിശമ്യനിശ്വനം പ്രഭായന്ത്യോർഭയമപോഹ്യമാതര അനാംശിദാസാമരവിന്ദലോചന പ്രഗൽഭലീലാഹസിതാവലോകനെ ജഹാര നത്തദ്വിരതേന്ദ്രവിക്രമോ ദൃശാമതശ്രീരമണാത്മനോത്സവം ദൃഷ്ട്വാ മുഹുശ്രുതമനുദ്രുതമേതസസ്തം തൽപ്രേക്ഷണോൽപിതസന്തോക്ഷണലബ്ധമാന ആനന്ദമൂർത്തിമുപഗൃഹ്യ തൃശാത്മലബ്ധം ഹൃഷ്യത്വജോ ജഹുരനന്ദമരിന്ദമാധിം പ്രാസാദശിഖരാരൂഢവൃക്ഷുർഭുല്ലമുഖാംബുജ അഭ്യവർഷൻ സൗമനശ്യൈ പ്രമദാബലകേശൗ ദധ്യക്ഷതൈ ശോദപാത്രൈ സൃഗന്ധൈരഭ്യുഗായനെ താവാനർഷപ്രമുദിതാ തത്രതൃജാതയ ഊരുപ്പൗരാഹോപ്യസ്തഭക്തിമചരന്മഹൽ യാഹേതവാനൽ പശ്യന്തി നരലോകമഹോത്സവോ യജകം ഗഞ്ചിതായാന്തം രംഗകാരം ഗതാഗ്രജ ജിസ്വായാജിതവാസാംശിതൗദാന്യത്യുത്തമാനി ച ദേഹ്യാവയോഹോദിതാന്യം ഗവാസാംശി ചാർഹതോ ഭവിഷ്യതി വരം ശ്രേയോദാദുസ്ഥേനാത്ര സംശയ ശയാജിതോ ഭഗവതാ പരിപൂർണേന സർവദാ സാക്ഷേപം നിഷിതപ്രാഹ ഭക്തിയോരാജ്ഞസു ദുർമദ ഈദൃശാന്യേവ വാസാംശി നിത്യം ഗിരിവനേജര പരിസത്തകിമുൻവൃത്താ രാജദ്രവ്യാണ്ണഭീപ്സത യാഥാശുബാലിശാമൈവം പ്രാർത്ഥ്യമിതി ജിജീവിഷ ബധ്നന്തി ഘ്നന്തി ലുംബജിതൃപ്തം രാജകുലാനി വൈ ഏവം വിഗത്തമാനസ്യ കുപിതോ ദേവകീസുത രജകസ്യ കരാഗ്രേണ ശിരക്കായാതവായൽ തസ്യാനുജീവിന സർവേ വാസവോശാൻ വിസൃജ്യ വൈ വിദ്രുവ സർവതോ മാർഗം വാസാംസി ഗൃഹേച്യുത വാസിത്വാത്മപ്രിയേ വസ്ത്രേ കൃഷ്ണസംഘർഷണസ്ത്വയ ശേഷാന്യാദത്തഗോവേഭ്യ വിസൃജ്യ ഭുവി കാനിചിത് തദസ്റ്റുവായകപ്രീതസ്ഥയോർവേഷമകൽപ്പേ ചിത്രവർണൈ ശൈലൈരാകൽപ്പൈരൂപത നാനാലക്ഷ്ണവേഷാഭ്യാം കൃഷ്ണരാമോ വിരേജതു സ്വലങ്കൃതോ ബാലകജോ പർവണീ വസിതേതരോ അസ്യ പ്രസന്നോ ബലവാൻ പ്രാതാത്സാരൂപ്യമാത്മന ശ്രീയന്ത പരമാം ലോകേ ലൈഷ്യതസ്വതീന്ദ്രിയം തതസ്സുതാംനോ ഭവനം മാലാകാരസ്യ ജഗ്മതു തൗ ദൃഷ്ട്വാ സമുത്ഥായ നനാമശിരസാ ഭുവി തയോരാസനമാനീയ ഭാഗ്യം ചാർധ്യാഘരണാദിഭിः പൂജാം സാനുഗയോ ചക്രേ സക്താംബൂലാനുലേപനി രാഹനസാധനം ജന്മപാടിതം ജകുലം പ്രഭോ ഇത് ദേവശ്രയോ മഹ്യം തുഷ്ടാഹ്യാഗമനേന വാം ഭവന്തോ കില വിശ്വസ്യ ഗതക്കാരണംബരം അവതീർണാവിഹാംശേന ക്ഷേമായ ച ഭവായ ച നഹിവാം വിഷമാ ദൃഷ്ടിസുഗതോർജഗതാത്മനോ സമയോ സർവഭൂതേഷു ഭജന്തം ഭജതോരവി താവാജ്ഞാപേദം ഭൃത്യം കിമഹം കരവാണി വാം പുംസോത്യനുഗ്രഹോ യേഷ്യേ ഭവദ്ഭിർനിയുജ്യത്തെ ഇത്യഭിപ്രേത്യ രാജേന്ദ്രസുദാമാ പ്രീതമാനസ ശാസ്ത്രൈ സുഗന്ധൈ കുസുമൈർമാല സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. താഭിസ്വലങ്കൃതോ പ്രീതൗ കൃഷ്ണരാമോ സഹാനുഗോ പ്രണതായ പ്രപന്നായ ദദതുർവരദൗ വരാൻ ശോഭിവ്യേതലാം ഭക്തിം തസ്മിന്നേവാഖിലാത്മനി തദ്ഭക്തേഷു ച സൗഹാർദ്ദം ഹുതേഷു ച ദയാംബരാം ഇതി തസ്മൈ വരം ദത്വാ ശ്രിയം ജന്മവർദ്ധിനീം ബലമായുര്യശക്രാന്തിം നിർജഗാമ സഹാഗ്രജ. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ.
अथ पुरजन् राजपथेन माधव स्त्रियं गृहीताङ्गविलेपभाज्यनां विलोक्य कुब्जां युवतीं वराननां पप्रच्छयान्दीं प्रहसन्दसप्रदां कात्वं मनोर्वेतदुहानुलेपनं कस्याङ्गने वा कथयस्व साधुना देह्यावयोरङ्गविलेपमुत्तमं श्रेयस्ततस्तेन चिरायुर्भविष्यति श्रेयसैरन्ध्रिवाच दास्यस्म्यहं सुन्दरकं ससम्मता त्रिवक्रनामाह्यनुलेपकर्मणि मल्भावितं भोज्यपतेरतिप्रियं विना युवां कोऽन्यतमस्तदर्हति रूपवेशनमाधुर्यहसितालापवीक्षितैः धर्षितात्मा ददौ सान्द्रम् उभयोरनुलेपनं ततस्तावङ्गरागेण स्ववर्णेतरशोभिना सम्प्राप्तपरभागेन शुशुभातेऽनुरञ्जितौ प्रसन्नो भगवान् कुब्ज त्रिवक्रां रुचिरानन ऋज्वीं कर्तुं नमश्चक्रे दर्शयन् दर्शने फलं पद्भ्यामाक्रम्य प्रपदे द्व्यङ्गुलीयुक्तानपाणिना प्रगृह्य चुबुकेऽध्यात्ममुदनेन मदच्युता सा तदर्जुसमानाङ्गी बृहच्छ्रोणिपयोधरा मुकुन्दस्पर्शनाल् सद्यो बभूव प्रमदोत्तमा ततो रूपगुणौदार्य सम्पन्ना प्राह केशवम् उत्तरीयां तमाकृष्य स्मयन्ती जातहृच्छया एहि वीरगृहं यामो न त्वां त्यक्तुमिहोत्सहे त्वयोन्मथितचित्ताया प्रसीद पुरुषऋषभा एवं स्त्रिया याच्यमानः कृष्णो रामस्य पश्यत मुखं वीक्ष्यानुगानां च प्रहसंस्तामुवाचः एष्यामि ते गृहं शुभ्रो पुंसामाधिविकरिशनं साधितार्थो गृहाणां न पान्थानां त्वं परायणं विसृज्य माध्व्या वाण्या ताम्रजन्मार्गे वणिक्पथैः नानोपायनताम्बूलस्रग्गन्धैः साग्रजोर्चिता तद्दर्शनस्मरक्षोभादात्मानं नाविदन् स्त्रिया विस्रस्तवासकबरवलयालेख्यमूर्तया ततः पौरान् पृच्छमानो धनुषस्थानमच्युत तस्मिन् प्रविष्टो ददृशे धनुरैन्द्रमिवाल्भुतं पुरुषैर्बहुभिर्गुप्तम् अर्चितं परमर्ध्यमल् वाद्यमानो नृभिः कृष्णः प्रसह्य धनुराददे करेण वामेन सलीलमुद्धृतं सज्जं च कृत्वा निमिषेण पश्यतां तृणां विकृष्य प्रबभञ्जमध्यतो यथेक्षुदण्डं मदकर्युरुक्रम धनुषो भज्यमानस्य शब्दखं रोदसी दिशा पूरयामासयं श्रुत्वा कंसस्त्रासमुपागमय तद्रक्षिणः सानुचरा कुपिता आततायिन ग्रहीतु कामा आवप्रो गृह्यतां बध्यतामिति अथ तान् दुरभिप्रायान् विलोक्य बलकेशवो क्रुद्धौ धन्वना आदाय शकलेतांश्च जघ्नतु बलं च कंसप्रहितं हत्वा शालामुखात् तदा निष्कर्म्य चेरदुर्हृष्टौ निरीक्ष्य पुरसम्पद तयोस्तदद्भुतं वीर्यं निशाम्य पुरवासिना तेजप्रागल्भ्यं रूपं च तयोर्विचरतो स्वैरमादित्योस्तमुपैव कृष्णरामौ कृतौ गोपैः पुराच्छकटमीयतो गोप्यो मुकुन्दविगमे विरहातुराय आशासदाशिषतामधुपुर्य भूवन् सम्पश्यतां पुरुषभूषणगात्रलक्ष्मीं हित्वेतरान्नु भजतश्च कमेयनं श्रीः अग्निक्ताङ्घ्रियुगलौ भुक्त्वा क्षीरोपसेचनम् ऊषदुस्तां सुखं रात्रिं ज्ञात्वा कंसचिकीर्षितं कंसस्वधनुषो भङ्गं रक्षिणां स्वबलस्य च वधं निशम्य गोविन्द राम विक्रीडितं परं दीर्घप्रजागरो भीतो दुर्निमित्तानि दुर्मदी बहुन्यचष्टो भयधा मृत्योर्दौत्यकराणि च अदर्शनं स्वशिरसा प्रतिरूपे च सत्यपि असत्यपि द्वितीये च द्वैरूप्यं ज्योतिषां तथा शिशिरप्रतीतिष्ठायां प्राणघोषानुपश्रुति स्वर्णप्रतीतिर्वृक्षेषु स्वपदानामदर्शनं स्वप्ने प्रेतपरिष्वङ्ग खरयानं विषादनं यायां नळदमाय्येव स्थैलाभ्यक्तो दिगम्बर
അന്യാനി ചേർത്ഥം ഭൂതാനി സ്വപ്നജാഗരിതാനി ച പശ്യൻ മരണസന്ത്രസ്തോ നിദ്രാം ലേഭേന ചിന്തയാ വ്യുഷ്ടായാം നിശുകൗരവ്യ സൂര്യേ ചാഭ്യസമുത്ഥിതേ കാരയാമാസ വൈ കംസോ മല്ലക്രീഡാമഹോത്സവം ആനർച്ചോ പുരുഷാരണ്യം സൂര്യഭേര്യശ്ച ജിഗ്നിരേ മഞ്ചാശ്ചാലംകൃതാസ്രഗ്ഭി പതാകാ ചൈലതോരണൈഃ തേഷു പൗരാജാനപദ ബ്രഹ്മക്ഷത്രപുരോഗമാ യഥോപജോഷം വിവിശു രാജാനശ്ച കൃതാസനാഃ കംസഃ പരിവൃതോ മാത്യൈ രാജമഞ്ച ഉപാവിശൽ മണ്ഡലേശ്വരമധ്യസ്ഥോ ഹൃദയേന വിദൂയത വാദ്യമാനേഷു തൂര്യേഷു മല്ലതാളോത്തരേഷു ച മല്ലാസ്വലംകൃതാ തൃപ്താഃ സോപാധ്യായാ സമാവിശൻ ചാണൂരോ മുഷ്ടികകൂടശലസ്തോശല ഏവ ച താസേതുരുപസ്ഥാനം വൈഗുവാദ്യപ്രഹർഷിതാഃ നന്ദഗോപാദയോ ഗോപാ ഭോജരാജസമാഹുതാഃ നിവേദിതോ വായനാസ്തേ ഏകസ്മിൻ മഞ്ച ആവിശൻ. ശ്രീകൃഷ്ണായ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമേ ദ്വിചത്വാരിംശോऽധ്യായः. ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വൃന്ദാവനത്തിൽ വന്ന അക്രൂരൻ രാമകൃഷ്ണന്മാരുടെയും യശോദാനന്ദന്മാരുടെയും സ്നേഹം, വാത്സല്യം, ആദരവ്, ബഹുമാനം ഇതൊക്കെ ആനന്ദത്തോടെ അനുഭവിച്ചു. താൻ പ്രതീക്ഷിച്ചതിലധികം സ്നേഹവും വാത്സല്യവും ഇഷ്ടവും ആണ് രാമകൃഷ്ണന്മാർ തന്നോട് കാണിച്ചത്. അക്രൂരപ്പൻ കംസൻ എന്ന ശത്രുവിൻ്റെ കീഴിൽ ശാപ്പാടും കഴിച്ച് കൂടുകയാണ് എന്നുള്ള ഒരവഗണനയല്ല ഉണ്ടായത്. മറിച്ച് ശരിക്കും സ്നേഹത്തോടെ തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ചെറിയച്ഛൻ എന്ന ആദരവ് കാണിച്ചു. നന്ദഗോപർക്ക് അത്ഭുതമായി. താൻ വരണേന് മുമ്പേ അതിഥി സർക്കാരൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് രസമായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കണോ രാമകൃഷ്ണന്മാർ കുട്ടികൾ. നന്ദഗോപുര് പിന്നെ ആ ചടങ്ങ് പോലെ വർത്തമാനം പറഞ്ഞു. ദേവകീവസ്ദേവന്മാർക്ക് സുഖല്ലേ അവിടെ എന്ന് ചോദിക്കണത് കംസന്റെ മുമ്പിൽ സകല വേദനകളും അനുഭവിച്ച് കഴിയണവരെ വീണ്ടും കുത്തി നോവിക്കലാവും. അതുകൊണ്ട് കംസന്റെ അടുത്ത് ആർക്കാ സുഖം? ആട്ടെ, അക്രൂര സന്തോഷമായി. എൻ്റെ കുട്ടികളെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് കേട്ടു. സന്തോഷം, ഞങ്ങളെല്ലാവരും വരാം ഉണ്ണിയുടെ കൂടെ. മധുരയിലെ മഹാരാജാവ് തേരും കൊടുത്ത ആളെ അയച്ച് എന്നെയും കുട്ടികളെയും ഇവിടുന്ന് കലാപരിപാടികൾ പട്ടണത്തിൽ അവതരിപ്പിക്കാൻ ഉത്സവത്തിന് ക്ഷണിച്ചു. ധനുര്യാഗമാണ് എന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് വളരെ വലിയൊരു മാന്യതയാണ്. അക്രൂരൻ അതിന് വന്നൂലോ, സന്തോഷം. പിന്നെ കുട്ടികളോടുകൂടി പുറപ്പെടുകയും നേരത്തെ അറിയിച്ചു. രാമനും കൃഷ്ണനും ഗോപന്മാരും നന്ദഗോപരും അക്രൂരൻ്റെ കൂടെ മധുരയിലേക്ക് പോവുകയാണ്. കംസന്റെ ക്ഷണമനുസരിച്ച് വെണ്ണാപാല, തൈര്, മോര തുടങ്ങിയ സാധനങ്ങൾ മഹാരാജാവിന് കാഴ്ചവെക്കാൻ എല്ലാവരും എടുക്കണം എന്ന് കൊട്ടിയറിയിച്ചപ്പോൾ ഓണക്കുഴൽ വിളി കാത്തിരിക്കുന്ന ഗോപികളാണ് ഞെട്ടിയത്. അവർ പെട്ടു. എന്താ കേട്ടത്? നാളെ കൃഷ്ണൻ അങ്ങോട്ട് പോവേ, നാളെ പോയാൽ ഉത്സവം കഴിഞ്ഞ് കണ്ടുകൾ വരില്ലേ? പോണെങ്കിൽ പോകണ്ടെങ്കിൽ പോട്ടെ. അതല്ല, നമുക്ക് വിടുന്ന കൃഷ്ണനെ, നമ്മുടെ കൃഷ്ണനെ പൊക്കോളം ഉത്സവത്തിനെന്ന് പറയാൻ തോന്നണുണ്ടോ? കൃഷ്ണൻ പോയാൽ വയ്യ, ഇവിടെ തന്നെ നിൽക്കണമെന്ന് തോന്നണില്ലേ? അത് ശരിയാ. അതേപോലെ ആവില്ലേ അവിടെ ചെന്ന് സ്ത്രീകളെ കൃഷ്ണനെ കണ്ടാൽ ഇനി ഇവിടുന്ന് പോകരുത്, ഞങ്ങളുടെ പട്ടണത്തിൽ ഇവിടുന്ന് ജീവിക്കണം, വൃന്ദാവനത്തിലേക്കൊന്നും പോകണ്ടെന്ന് അവിടുന്ന് പറഞ്ഞാൽ രാമനും കൃഷ്ണനും അവിടെ കൂടിയാലോ? അതാ ആലോചിച്ചില്ല ആരും. വ്യഥിതാഭൃഷം അതങ്ങോട്ട് ഓർത്തപ്പോഴേ ഞെട്ടി. രാത്രി മുഴുവനും ഉറക്കമില്ലാണ്ട് അവിടെ പോയിട്ട് കൃഷ്ണൻ വരാതിരുന്നാലോ, അവിടെയുള്ള ഒരു കൃഷ്ണനെ വിടാതിരുന്നാലോ എന്ന ഉത്കണ്ഠയായിട്ട് കഴിഞ്ഞു. രാവിലെ അമ്മ കൊടുത്ത ഭക്ഷണമൊക്കെ കഴിച്ച് തേരിൽ കയറി. നന്ദഗോപുരമൊക്കെ ആദ്യം പോയി. നിങ്ങൾക്ക് 4 കുതിരയെ പൂട്ടിയ തേരല്ലേ, അതുകൊണ്ട് അക്രൂര സുഖമായിട്ട് യാത്രയും പറഞ്ഞു വരൂ, ഞങ്ങൾ മുമ്പ് പോയി കാത്തിരിക്കാം.
അമ്മയുടെ അടുത്ത് നിങ്ങൾ യാത്ര പറഞ്ഞ് പോരാൻ ശ്രീശുഖൻ ചിത്രീകരിക്കണം ആവണില്ല. പിന്നെ വരിയായിട്ട് ഗോപികൾ നിൽക്കലും, അമ്മേ ഞാൻ വേഗം വരാം, എനിക്ക് അമ്മയുടെ അടുത്ത് കിടന്നാലേ ഉറക്കം വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഓടക്കോളിൽ അമ്മ ഞങ്ങളെ ഏൽപ്പിച്ചു. മുഖം തിരിച്ചു അഘോരൻ്റെ ചെവിയിൽ പറഞ്ഞു, അമ്മയുടെ വരിയായിട്ട് നിൽക്കുന്ന ഗോപികളുടെയും കണ്ണീര് കാണാൻ വയ്യ. ചെറിയച്ഛൻ രഥേന വായുവേഗേന, തേര് വേഗം തെളിച്ചോളും. പിന്നെ അക്ബറിന് കൽപ്പന കിട്ടിയപ്പോൾ ഒരു പ്രചോദനം അങ്ങോട്ട് പറപ്പിച്ചു. തേര് തെളിക്കാനുള്ള തൻ്റെ കഴിവ് ഇപ്പോഴാണ് കാണിച്ചത്. ഇങ്ങോട്ട് വന്നപ്പോൾ മഹാറാമ്പായി. അതിന് പകരം അങ്ങോട്ട് പറപ്പിച്ചെത്തിച്ചു. ഗോപികൾ നോക്കി നിൽക്കുമ്പോൾ ഭഗവാനെ ഒന്നുകൂടി കാണാം, ഒരു കടാക്ഷം, ഒരു കൈവീശല്, ഒരു പിഞ്ചിരി, ഇതൊക്കെ ആസ്വദിക്കാമെന്ന് വിചാരിച്ചവർക്ക് ഒന്നും പറ്റിയില്ല. ഗോവിന്ദ ദാമോദര മാധവേരി, ഗോവിന്ദ ദാമോദര മാധവ എന്ന വൃന്ദാവന ലീലകളുടെ സമാഹാരമായ 3 നാമങ്ങളാണ്. ഗോവിന്ദ എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടുല്ലോ, ഭഗവാന്റെ ഗോവിന്ദാഭിഷേകം വരെ ഉള്ളതായി. ദാമോദര എന്ന് പറയുമ്പോൾ അമ്മയുടെ അടുത്ത് കാണിച്ച സകല വികൃതികളും അതിലൊതുങ്ങി. മാധവ എന്ന് വിളിക്കുമ്പോഴോ അത് അങ്കനാമങ്കനാമന്തരാമാധവം, മാധവനെ ഗോപികൾക്ക് സ്വന്തമായിട്ട് കിട്ടിയ രാത്രിയിലെ ലീലകൾ, അതൊക്കെയാണോ ഓർമ്മ വരിക. ആ നാമങ്ങൾ മുഴുവൻ ചേർത്ത് അവര് വിളിച്ചുകൊണ്ടിരുന്നു. പലരും മോഹാരസ്യപ്പെട്ട് വീണു, പക്ഷെ മരിക്കാൻ വൃത്തിയില്ല. അമൃത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് മരിക്കാൻ പറ്റുമോ? ഗോവിന്ദ ദാമോദര മാധവേദി, എന്താത്? ജിഹ്വേ പിബസ്വ അമൃതമേതദേവ, അതാണ് അമൃത്. അതിങ്ങനെ കുടിച്ച് ഗോപികളൊക്കെ മരിച്ചു. കൃഷ്ണൻ പോയപ്പോൾ എന്ന് പറയാൻ നിർത്തിയില്ലാതാക്കി. വരുന്നത് വരെ കാത്തിരിക്കണം, അതാണ് ഇനി വേണ്ടത്. ഗോപികൾക്ക് ശൂന്യമായ റോഡിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു. അക്രൂരൻ ഇതൊക്കെ കണ്ടപ്പോൾ തേര് പുഴക്കത്ത് നിർത്തി വെള്ളത്തിലേക്ക് എടുത്ത് ചാടി മുങ്ങി. എങ്ങനെയെങ്കിലും അവൾ നീന്തിപ്പോവാന്ന് വിചാരിച്ചു. മുങ്ങണ്ട താമസം രാമകൃഷ്ണന്മാർ വെള്ളത്തിൽ. അയ്യോ, തേരിലിരിക്കാൻ പറഞ്ഞെ. തേരിൽ നോക്കുമ്പോൾ അവിടെ ഏട്ടൻ്റെ മേത്തേക്ക് ചാരിയിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വെള്ളത്തിൽ കണ്ടതോ ആദ്യം മുങ്ങിയപ്പോൾ വൈകുണ്ഠം. ഏട്ടൻ്റെ മേൽ ചാരിയിരിക്കുന്ന, രാമൻ്റെ മേലിൽ ചാരിയിരിക്കുന്ന കൃഷ്ണൻ, ഏട്ടൻ്റെ മേലിൽ ചാരിയിരിക്കുന്ന ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അനന്തൻ മെത്തയിൽ ഇരിക്കുന്ന സാക്ഷാൽ ശ്രീപത്മനാഭനാണ്, ശ്രീനാരായണൻ തന്നെയാണ് എന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ബുദ്ധിയിലായിട്ട് സ്ഫുരിച്ചു. വേദാനുഭ്രതേ ജഗന്തിവഹതേ ഭൂഗോളമനുഭ്രതേ നിത്യന്താരയതേ വിജിംശരയതേ ക്ഷത്രക്ഷയം കുറുവതേ പൗരത്യം ഹരതേ ഹരങ്കലയതേ കാരുണ്യമാതന്വതേ പ്രേക്ഷാന്മൂർച്ഛയതേ ദശാവിധികൃതേ കൃഷ്ണായ തുഭ്യം നമഃ. തത്വവതാരം എടുക്കുന്ന ആളാണ് ഈ നന്ദഗോപരുടെ യശോദയുടെ ഉണ്ണിയെന്ന് ബോധ്യം വന്നു. ദേവകീ വസുദേവന്മാരുടെ ഉണ്ണികളെ വേഗം വന്ന് നമസ്കരിച്ച് തേരിൽ കയറ്റി മധുരയിലെത്തിച്ചു. അക്രൂരൻ തൻ്റെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു നോക്കി. അതൊക്കെ പിന്നെ വന്ന കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ആവാം, ചാർച്ചയ്ക്ക് വരല് നോക്കിയില്ല. ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട് ചിലത്. അച്ഛനോട് യാത്ര പറഞ്ഞ് അമ്മ കൊടുത്തയച്ച ചോറൂണ് കഴിച്ച് ഭക്ഷണം കാണാൻ കൂട്ടുകാരോടുകൂടി ഇറങ്ങി. ഭക്ഷണത്തിൻ്റെ കണ്ട അത്ഭുതങ്ങളാണ്, അനുഭവങ്ങളാണ് പിന്നെ പറഞ്ഞത്. ജയ് ജയ് രാമനും കൃഷ്ണനും ജയിക്കട്ടെ. രാമൻ കൃഷ്ണൻ രണ്ടുപേരും ചെയ്ത അത്ഭുതങ്ങളൊക്കെ ഗോപികൾ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പലരും പറഞ്ഞു കേട്ടില്ലേ. നമ്മൾ സത്യമായിട്ട് ആ ലീലകളൊക്കെ ഇനി ഇവിടെ കാണാൻ പോണു. ആ രാമന് സ്വാഗതം, കൃഷ്ണന് സ്വാഗതം. തനിക്ക് ഓരോരുത്തരും ഓരോന്ന് കൊണ്ടുവന്ന് തരണമൊക്കെ വഴിയിൽ നിൽക്കുന്നവർക്ക് ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടാണ് ഭഗവാൻ. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു കലികതി പോലെ ഒരുത്തൻ ഉണ്ടാകോ, ഒരു തുന്നൽക്കാരൻ, അതേപോലെ ഒരു മാലാകാരൻ, അതേപോലെ മറ്റൊരാൾ. അത് ഭഗവാന് വേണ്ടുന്ന വസ്ത്രങ്ങൾ കൊടുക്കണം.
രചകനോട് വസ്ത്രം ചോദിച്ചപ്പോൾ അയാൾ ചുണ്ടിയിടിക്കുകയുണ്ടായത്, കൊടുക്കണ ആളല്ല. അപ്പോൾ ഒറ്റയടിക്ക് അവൻ്റെ ചെറുതത്ത് അടിച്ചപ്പോൾ തല തെറിപ്പിച്ചു. തല കാണാനില്ല, ഉടനെ മാത്രമുണ്ട്. പിന്നാലെ വന്ന കഴുതകളൊക്കെ ഭാണ്ഡക്കെട്ട് അലക്കും കെട്ട് അവിടെ ഇട്ട് ഓടി. ഭഗവാൻ എല്ലാ ഭാണ്ഡക്കെട്ടും അഴിച്ചിട്ടു. ഒന്നാത്തരം നീലപ്പട്ട് എട്ടന് മഞ്ഞപ്പട്ട് തനിക്ക് പിടിച്ച് അടുത്തൊരു തുന്നക്കാരൻ വന്നപ്പോൾ അയാളുടെ കയ്യിലേക്ക് കൊടുത്തു. അയാൾ കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തി. ഏട്ടനും മനിയനും അതൊക്കെ പാകത്തിന് ഞൊറിഞ്ഞ് ഭംഗിയാക്കി അണിയിച്ചു. അപ്പോൾ അയാളെ ഞങ്ങളെ അനുഗ്രഹിച്ച് ചെറുപ്പാക്കി തുന്നക്കാരനെ. 90 വയസ്സുകാരനെ 12 വയസ്സ് 16 വയസ്സുള്ള ആളാക്കി. തൻ്റെ പ്രായം മാലാകാരൻ സ്വീകരിച്ചിരുത്തി മാലകൾ കൊടുത്തപ്പോഴോ അയാളെയും അനുഗ്രഹിച്ച് ചെറുപ്പാക്കി. ഇങ്ങനെ വയസ്സന്മാരെയൊക്കെ ചെറുപ്പാക്കേണ്ടത് കേട്ടാൽ പിന്നെ കാണാൻ വരുന്നവരുടെ തിരക്ക് കൂടാതിരിക്കുമോ? തിരക്കിൻ്റെ ഇടയിൽ അന്നത്തെ ചുറ്റിക്കറങ്ങലൊക്കെ കഴിഞ്ഞു. പാകത്തിന് കുറച്ച് കളഭായിട്ടൊരു സുന്ദരി വന്നപ്പോൾ, ഏയ് സുന്ദരി കളഭം തരുമെന്ന് ചോദിച്ചു. അവൾ അതിലേറെ പ്രേമത്തോടെ ഭഗവാനെ കളഭം അണിയിച്ചു കൊടുത്തു. ഇത് വാസനയല്ലേ ഏട്ടാ? അപ്പോഴോ നോക്കുമ്പോൾ ഈ സുന്ദരിക്ക് കൂന, അയ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രിങ് പോലെ വളർന്നിരിക്കുക. ഭഗവാൻ പറഞ്ഞു ഈ കൂന് ഞാൻ മാറ്റാമെന്ന്. പേടിച്ചു അവളെ. പേടിക്കണ്ട. കളഭപാത്രം മാറ്റി വെച്ച് കയ്യ് നെറ്റിയിലും തലയിലുമായിട്ട് വെച്ച് താടിയുടെ അടിയിൽ ഒരു വിരലോണ്ട് പിടിച്ച് കാലുകൊണ്ട് കാലും ചവിട്ടി പിടിച്ചു. ഒരു ഞെട്ടിക്കല കഴിഞ്ഞു. ചിലർ ഈ വിരലൊക്കെ ഒടുക്കില്ലേ, അതുപോലെ കഴിഞ്ഞു. ഭഗവാന്റെ സ്പർശനം കൊണ്ട് അവൾ ലോകസുന്ദരിയായിട്ട് മാറി. സുന്ദര അങ്ങോട്ടും ഇങ്ങോട്ടും സുന്ദരി നിങ്ങളും വിളിച്ചതാ. ഇപ്പൊ ശരിക്കും ലോകസുന്ദരിയായി അവള് യാത്രയായി. എൻ്റെ വീട്ടിലേക്ക് വരേണ്ടേ എന്ന് ചോദിച്ചു. ഇത്ര നിന്റെ വീട്ടിലേക്ക് പിന്നെ വരാം എന്നും പറഞ്ഞ് യാത്രയാക്കി. ഇപ്പോൾ ഭഗവാൻ ഇനി അവിടെ മുഴുവനും നടന്നു കാണേ വേണ്ടു. വില്ലെടുക്കുക, ഒടിക്കുക, അത് വലിച്ചെറിഞ്ഞ് ഇത്രയേ ഉള്ളൂ മനസ്സിലായി. അവിടുന്ന് നേരിട്ട് അമ്മ കൊടുത്തയച്ച ബാക്കി ഭക്ഷണം കൂടി കഴിച്ച് കാത്തിരുന്നു. അന്നത്തെ വിശ്രമം കഴിഞ്ഞ് പിറ്റേന്ന് നല്ല രംഗത്തേക്ക് എത്തി എന്നാണ് ഇനി പറഞ്ഞിരിക്കുന്ന രംഗം. ഭഗവാന്മാര് രാമകൃഷ്ണന്മാര് അമ്മ കൊടുത്തയച്ച ജനന്യുബഹൃതം പ്രാശ്യ സ്വാദ്വന്നം ഉപലാളിതവും. നമ്മൾ പകല് അതായത് ഉച്ചയ്ക്ക് നിർത്തുമ്പോൾ പാട്ട് പാടിയതാണ്. കണ്ണാനുണ്ണീമാമുണ്ണാണ് കണ്ണാനുണ്ണീമാമുണ്ണാണ് എന്ന് പറഞ്ഞ് നെറ്റിയിൽ കൈവച്ച് വായ തുറക്ക ഉണ്ണി എന്നും പറഞ്ഞിങ്ങനെ കൊടുക്കുമ്പോൾ സ്വാദ്വന്നം, ആ ഒരു സ്വാദ് ഇവിടെ പൊറ്റയ്ക്ക് അമ്മ കൊടുത്തയച്ചത് തന്നെയാണ് എങ്കിലും കഴിക്കുമ്പോൾ ഉണ്ടാവുമോ? അതിങ്ങനെ ഓർത്ത് അതാ പ്രത്യേകം ശീർഷകം പറയണത്. അമ്മയുടെ കൈ കൊണ്ട് അല്ലാണ്ട് നമ്മൾ ചോറ് സ്വന്തം വായി കഴിക്കേണ്ടായിട്ടില്ല ഏട്ടാ. ഇപ്പം അതുമായി കൺസൻ്റെ അടുത്ത് വന്ന് കൺസൻ ഏർപ്പാട് ചെയ്ത സൗകര്യങ്ങൾ സ്വീകരിച്ച് ആ നാട്ടുകാരായ ഓരോരുത്തരും കൊടുത്ത വസ്ത്രം, കളഭം നമ്മൾ കേട്ടില്ലേ, വസ്ത്രം തുന്നിക്കൊടുത്തത്, ഇതൊക്കെ ആയി. ആ ഭക്ഷണം കഴിച്ച് കിടന്നു. അമ്മ കൊടുത്തയച്ച ചോറിൻ്റെ സ്വാദ് ഓർത്ത് പക്ഷെ ഭഗവാന് കൂടുതലുണ്ട്. എന്താ അത്? അവിടുന്ന് വളരെ പ്ലാൻ ചെയ്തിട്ട് ഇനി അങ്ങോട്ട് പോകണില്ല, അമ്മയുടെ ഊണ് വാങ്ങിക്കാൻ എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. അമ്മയ്ക്കത് അറിയില്ല. അമ്മ അച്ഛൻ ഗോപികൾ ഉത്സവം കഴിഞ്ഞാൽ മടങ്ങി ചെല്ലും എന്നാണ്. അതില്ല എന്ന് ഭഗവാനറിയാം. അതാ ശ്രീശിവൻ അത് അടിവരയിട്ട് പറഞ്ഞത് എന്നർത്ഥം. അമ്മ കൊടുത്തയച്ച ചോറ് ഇനി കഴിക്കാൻ എപ്പോഴാ തരാവുക ആവശ്യമില്ല. അത് ഓർത്തുകൊണ്ട് അവിടെ നമ്മൾ കഴിച്ചു. പിറ്റേന്ന് അന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് കൊട്ടും മേളവാദ്യങ്ങൾ കൺസന്റെ കൊട്ടാരത്തുനിന്ന് മല്ലരംഗത്തുനിന്ന് കേൾക്കാനുണ്ട്. അപ്പം അത് അന്നത്തെ കലാപരിപാടികളെ പറ്റിയുള്ള അറിയിപ്പാണ്. കൊട്ട് ആ ഭേരി ഡമരുകങ്ങൾ അതിൻ്റെ കൊട്ട് കേട്ട് ഭഗവാൻ പുറപ്പെട്ടു. ഇന്നാണെങ്കിൽ കുട്ടികൾക്കൊക്കെ അറിയാലോ ബാൻഡ് വാദ്യം, അത് ഗംഭീരമാണ്. അതില്ലാണ്ട് ഒരു പരിപാടിയില്ല.
മന്ത്രിമാർ വരികയാണെങ്കിലും കുട്ടികൾ വരികയാണെങ്കിലും ജാഥയാണെങ്കിലും ഒക്കെ ബാൻഡ് വാദ്യം എന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇംഗ്ലീഷുകാർ തുടങ്ങി വെച്ചതാണത്. അപ്പോൾ അതുപോലെ ഗംഭീരമായ കംസന്റെ കൊട്ടാരത്തിലെ വാദ്യങ്ങൾ കേട്ട് നല്ലതുന്തുഭിനിർഘോഷം ശ്രുത്വ ശ്രീശാരദ എടുത്തു പറയുന്നുണ്ട്. പുറപ്പെടാൻ നമുക്ക് അല്ലേ ഏട്ടാ? അതെ, ഏട്ടനും അനിയനും മുഖത്തോട് മുഖം നോക്കി എടുത്ത തീരുമാനങ്ങളെ കുറിച്ച് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചിരി കൊണ്ട് ഇങ്ങനെ കൈമാറിയത്. എന്താ അത്? പലതും അപ്രതീക്ഷിതമായിട്ട് നേരിടേണ്ടി വരും. അക്രൂരൻ വിളിച്ചപ്പോൾ പോവാതിരുന്നതും അതുകൊണ്ടാണ്. ഒരിക്കൽ വന്നാൽ അവിടെ മഹാരാജാവ് ഏതു തരത്തിലുള്ള സൽക്കാരമാണോ ഈ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് ആതിഥേയന് ഒരുക്കിയിരിക്കുന്നത് അതേ സ്വീകരിക്കാവൂ. അല്ലാണ്ട് ഓരോരുത്തർ വന്ന് വിളിച്ച് എൻ്റോടൊക്കെ എന്നും പറഞ്ഞ് അയാളൊക്കെ കൊടുത്തതിനേക്കാൾ അധികം ഞാൻ ഇയാൾക്ക് കൊടുക്കും, മാന്യത അവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ കൊടുക്കും എന്നൊക്കെ വിചാരിച്ച് ക്ഷണിക്കുമ്പോൾ അങ്ങോട്ട് പോകാറില്ല. അതാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അമ്മ കൊടുത്തയച്ച ഭക്ഷണത്തിൻ്റെ സ്വാദെവിടെ? ഇവിടെ കംസൻ ഏർപ്പാട് ചെയ്യുന്ന ആതിഥ്യമര്യാദയുടെ ഏർപ്പാടെവിടെ? അക്രൂരൻ എന്ന പാവം ഭക്തൻ തന്നോടേക്ക് വരണമെന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യത്യാസം ഇതൊക്കെ ഭഗവാൻ അറിയാം. എന്തായാലും ആരെയും തലേ മുറുക്കി പുറപ്പെട്ടു. ഗോപന്മാരൊക്കെ നേരത്തെ ചെന്ന് സ്ഥലം പിടിച്ചിട്ടുണ്ട്. കൃഷ്ണൻ്റെയും രാമൻ്റെയും ഗുസ്തി ഉണ്ടാവുമ്പോഴേ നമ്മുടെ അവിടെ പതിവില്ലേ? പ്രളംബനെ കൊന്നത് രാമനല്ലേ? അന്ന് ശ്രീരാമാവിൻ്റെ അടി കൊണ്ട് കൃഷ്ണൻ തോറ്റില്ലേ? എന്നിട്ട് കൃഷ്ണൻ ശ്രീരാമാവിനെ എടുത്തില്ലേ? അതുപോലെയൊക്കെ നമുക്ക് ഇവിടെ എന്തൊക്കെയാ ഉണ്ടാവുക എന്ന് കാണാം. ഗോപന്മാർക്ക് അതൊക്കെയാ ഓർമ്മ. എല്ലാവരും കൂടി അവിടെ എത്താൻ ശ്രമിക്കുമ്പോൾ കുട്ടികളൊക്കെ ആദ്യം കടന്നുപോയി. പക്ഷേ രാമനെയും കൃഷ്ണനെയും കണ്ടപ്പോൾ പട്ടേരിപ്പാട് നാരായണീയത്തിൽ പറയുന്നുണ്ട്, ആനക്കാരന് തോന്നി ഇവരാണ് കംസൻ പറഞ്ഞ ആളുകൾ. എന്താ അത്? കുട്ടികളെ കടത്തി വിടരുത്, രാമകൃഷ്ണന്മാരെ പ്രത്യേകം ശ്രദ്ധിച്ചോളണം, ആനയെ കൊണ്ട് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിച്ച് ആളുകൾ ഓടിക്കോട്ടെ, ആ കുട്ടികളെ രണ്ടെണ്ണത്തിനെയും അവിടെ വെച്ച് തട്ടിക്കൊള്ളണം. അയാൾക്ക് അതിന് പ്രത്യേകം വീരശൃംഖലയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. രാമകൃഷ്ണന്മാരെ കൊന്നാൽ നേരിട്ടങ്ങനെ ചെന്നാൽ മതി. അപ്പോൾ കംസൻ മാനിക്കും. നമ്മുടെ ആനക്കാരൻ മഹാമാത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ സ്വപ്നം കണ്ടാണ് മഹാമാത്രൻ രാമകൃഷ്ണന്മാരെ തടുത്തത്. എങ്ങടാ? അമ്പഷ്ടാപേഹി മാർഗം. അമ്പഷ്ടൻ എന്നാണ് ഭാഗവതത്തിൽ. പട്ടേരിപ്പാട് അത് പരിഷ്കരിച്ചു. പാപിഷ്ടാപേഹി മാർഗം. അമ്പഷ്ടൻ എന്ന് പറഞ്ഞാൽ ആനക്കാരെന്നാണ് അർത്ഥം. അതിപ്പോ അക്ഷരസ്ഫുടത ഇല്ലാണ്ട് പറഞ്ഞാൽ വേറെ ചീത്ത പറയാമെന്ന് തോന്നിക്കുന്ന അർത്ഥവും ഈ അമ്പഷ്ട ശബ്ദത്തിന് വരും. അത് കാരണം ഭഗവാൻ ശക്തി കുറച്ച് പറഞ്ഞു, നിശ്ചയില്ല. എടാ അമ്പഷ്ട മാറ്റട ആനെ എന്ന് പറയണതിന് വരെ എടാ പാപി മഹാപാപി ആനെ മാറ്റ എന്ന് പറഞ്ഞു. കൂസല് കൂടാതെ ഇത്തിരി പോകുന്ന രണ്ട് കുട്ടികൾ വന്നിട്ട്, അതും ഇവിടെയൊന്നും വരാത്ത കുട്ടികൾ, കംസൻ എന്ന മഹാരാജാവിൻ്റെ സ്വന്തം ആനയുടെ ആനക്കാരനായ തന്നോട് എടാ ആനക്കാരാ മാറ്റി നിർത്തലാന്ന് പറയേ. എന്നാ പണിയുണ്ട്. ആ മാറ്റി നിർത്താനല്ല എനിക്ക് കൽപ്പന, നിങ്ങളുടെ നേർക്ക് ആനയെ ഓടിക്കാനാ. ആനയുടെ മേത്ത് തോട്ടിയിട്ട് വലിക്കലും കുന്തം കൊണ്ട് കുത്തലും ആനയ്ക്ക് വിവരം മനസ്സിലായി. രാമകൃഷ്ണന്മാരുടെ നേർക്ക് ആന വന്നു. ഏട്ടാ ഇത് ഏട്ടന് വകയില്ല, ഞാനായിക്കോളാം എന്നുള്ള പക്ഷിൽ ഭഗവാൻ ചെന്ന് ആനയുടെ തുമ്പീമിൽ പിടിച്ചിങ്ങോട്ട് തൂങ്ങി. ആന അവിടെ നടകുത്തി, രണ്ട് കൈയും അടക്കി കൊമ്പ് മണ്ണിലിങ്ങോട്ട് പൂണ്ടു. ഭഗവാൻ കിടന്നപ്പോൾ ഭഗവാനെ കുത്താന്ന് വിചാരിച്ചാണ് ആന മണ്ണിൽ കുത്തിയത്. കൊമ്പ് രണ്ടും പൂണ്ടപ്പോൾ പറിച്ചെടുക്കാൻ ആന കിടന്ന് വിഷമിക്കുന്നു. ആനക്കാരൻ്റെ അടി, കുന്തം കൊണ്ട് കുത്തല്, കത്തി വെച്ച് കയറ്റല്, ഇതൊക്കെ ആനയ്ക്ക് സഹിക്കണം. നിങ്ങൾ പോക്കാൻ പറ്റണ്ടേ? സജ്ജനങ്ങൾ പറയാറുള്ളത് ഭൂമിദേവിക്ക് ദേഷ്യം വന്നു എന്നാണ്. ഭൂമിദേവി ആഹാ, വൈകുണ്ഠത്തിൽ ഞാനും മഹാലക്ഷ്മിയും കൂടി താലോലിച്ചു കൊണ്ടിരിക്കുന്ന ആളെ നീ ആണ് കുത്തിക്കൊല്ലാന്ന് വിചാരിച്ചോ? അത്ര എളുപ്പമല്ല.
നിന്റെ കൊമ്പ് വിടില്ല. ഭൂമി ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുക അത്രേ കുവലയാപീഠത്തിൻ്റെ കൊമ്പ്. അത് കിടന്ന് പെട്ടക്കിയ ഭഗവാൻ പറഞ്ഞു, എന്താ നിനക്ക് കൊമ്പ് പറിക്കണോ? ഞാൻ സഹായിക്കാലോ. ഭഗവാൻ ചെന്നിട്ട് ആ കൊമ്പുമ്മില് 2 കൈ കൊണ്ട് അങ്ങനെ പിടിച്ച് തൻ്റെ കുഞ്ഞിക്കാല് കൊമ്പുകളുടെ നടുക്കിലേക്ക് അങ്ങോട്ട് ചവിട്ടിയിട്ട് ഒരു വലിയങ്ങോട്ട് വലിച്ചതോടെ ആന ചിഹ്നം വിളിച്ചുകൊണ്ട് പിന്നാക്കം മലന്ന് അവിടെ വീണു. കൊമ്പ് ചോരയിൽ മുങ്ങിയ കൊമ്പ് അതിൻ്റെ അടിയിലുള്ള രത്നങ്ങളോടുകൂടെ ഭഗവാന്റെ കയ്യിൽ ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കിയപ്പോഴേക്കും രത്നങ്ങളൊക്കെ ഭഗവാൻ എടുത്ത് സൂത്രത്തിൽ മുത്തുകളെന്ന് പറയും. വലിയ ലക്ഷണമൊത്ത ആനകളുടെ കൊമ്പിൻ്റെ കടക്കൽ വില പിടിച്ച രത്നങ്ങളും മുത്തുകളും ഉണ്ടാവുമെന്നാണ് അന്നത്തെ ആനകളുടെ ശാസ്ത്രം പറയണത്. ഇന്നിപ്പോൾ അതൊക്കെ സമ്മതിക്കുകയല്ല, അവർ നിശ്ചയില്ല. എന്തായാലും പട്ടേരിപ്പാട് അത് ഫോട്ടോ എടുക്കണ പോലെ എടുത്ത് പറയുന്നുണ്ട്, ഗുരുവായൂരപ്പ ഇവിടുന്ന് ആ ആനക്കൊമ്പിൻ്റെ അടിയിലുള്ള മുത്തുകളെടുത്ത് ശ്രീരാമാനെ ഇവിടെ വരികയെന്ന് പറഞ്ഞ് കൂട്ടുകാരൻ്റെ ചുമലിൽ കൂടെ കൈയിട്ട് കനകവിരചിതം രാധികായൈ ദിശേതി, ഇത് കണ്ടൊരു മാല ഉണ്ടാക്കി രാധയ്ക്ക് കൊടുക്കണേ, ആനയെ കണ്ടപ്പോൾ ഞാൻ രാധയെ ഓർത്തതാണെന്ന് പറയണേ എന്ന് പറഞ്ഞ് ശ്രീരാമാവാകുന്ന കൂട്ടുകാരൻ്റെ കയ്യിൽ കൊടുത്തു. ആന ചത്തുമലച്ചു കിടക്കണ ആനയുടെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ആനക്കാരനും അതിൻ്റെ അടിപ്പെട്ട് ചത്തുണ്ട്. അത് ശരി, ഇനിയിപ്പോൾ മനസ്സിലായാ വയ്യല്ലോ. ഭഗവാൻ ഏട്ടനോട് പറഞ്ഞു, ഒന്ന് മാറിന്നോളൂ. ആ ആനക്കൊമ്പ് കൊണ്ട് തന്നെ ആനയുടെ ശരീരം ഒരേറെ കൊച്ചു കുട്ടികൾ ഈ കുട്ടിക്കോലം കളിക്കാന്ന് പറയും. ഒരു കുഴി കുഴിച്ചിട്ട് ഒരു വടികൾ വെച്ച് വലിയ വടി കൊണ്ട് ഈ കുഞ്ഞു വടി തട്ടിയെറിയുക. ഇതുപോലെ ആനയുടെ ശരീരവും ആനക്കാരൻ്റെ ശരീരവും ദൂരയ്ക്ക് എറിഞ്ഞു. എന്തിനാ അതൊക്കെ പറയണത്? ആ കയ്യൂക്ക് 12 വയസ്സ് പോലും ആയില്ല എന്ന് തോന്നിക്കുന്ന ഉണ്ണികളുടെ കയ്യൂക്ക് പറയാനാണ്. എന്നാ ഒരാളെ മറ്റാളൊക്കെ നോക്കി നിൽക്കുക. ഏട്ടനോട് കൂടെ ഗോപന്മാരോട് കൂടെ മല്ലരംഗത്തേക്ക് അങ്ങോട്ട് വന്നു. ആദ്യം വില്ല് പൊട്ടിച്ച കേമത്തുണ്ട്. ഇപ്പം ആനയുടെ കൊമ്പും കൂടി പൊട്ടിച്ച് അല്ലെങ്കിൽ ആനയെ കൂടി കൊന്നതോടെ കേമത്വം ജയ ജയ് ജയ ജയ് രാമനും കൃഷ്ണനും ജയ ജയ് എന്ന് വിളിക്കുന്ന ആളുകൾ ഉള്ളു. കംസന്റെ ആളുകളൊക്കെ ഒരു വോയിസ് ഇല്ലാണ്ടായി. നല്ലാനാമശനി നൃണാം നരവര സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ ഗോപാനാം സ്വജന അസതാം ക്ഷിതിഭുജാം ശാസ്ത സ്വപിത്രോ ശിശു മൃത്യുർഭോജപതേ വിരാടവിദുഷാം തത്വം പരം യോഗിനാം കൃഷ്ണീനാം പരദേവതേരി വിദിതോരംഗംഗത സാ ഗിരിജ. ഏട്ടനും അനിയനും കൂടി വന്നു നിൽക്കണ ആ നിൽപ്പിനെ ശ്രീശുഖം വളരെ 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 വലിയ ഒരു ക്യാൻവാസിൽ വരച്ച പോലെ നമുക്ക് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. പരീക്ഷത്തെ ആ 2 കുട്ടികൾ വൃന്ദാവനത്തിൽ അമ്മയുടെ പൊന്നോമന കുട്ടന്മാർ രാമകൃഷ്ണന്മാർ വന്നങ്ങനെ നിൽക്കണു. കംസന്റെ പരിപാടി എന്താ? ജയിലിൽ കിടക്കുന്ന ദേവകീയവസ്ദേവന്മാർക്ക് അവിടെ കിടന്ന് കാണണം എന്താ? ഞാൻ രാമനെയും കൃഷ്ണനെയും കൊല്ലിക്കണത്. എൻ്റെ മല്ലന്മാരെ കൊണ്ട് ചാണൂര മുഷ്ടികന്മാരെ കൊണ്ട് ശരദോശലകൻ തുടങ്ങി ചാണൂര മുഷ്ടികയെ കൂടെ ശരദോശലകെ ഇവരെ കൊണ്ട് തല്ലിക്കൊല്ലിക്കണത്. ജയിലിൽ കിടന്ന് കാണട്ടെ, ഓടാൻ നിവൃത്തിയില്ല. ജയിലിൻ്റെ ജനലയ്ക്ക് കൂടെ നോക്കാണ്ടിരിക്കില്ലല്ലോ. കുട്ടികൾ വന്നു എന്ന് പറയുമ്പോൾ നല്ല അനാമശനി യുദ്ധത്തിന് തയ്യാറായിരിക്കുന്ന മല്ലന്മാര് ഈ കൊച്ചുമിടുക്കന്മാര് ഗതയും അല്ല ആനക്കൊമ്പിൽ ചുവലിൽ വെച്ച് വരാൻ കണ്ടപ്പോ ഇടിവെട്ട ഏറ്റ പോലെയായി അവര്. നോക്കാൻ പറ്റണില്ല. ഒരു മിന്നല്. ഇടിവെട്ട് കൊണ്ട് നമ്മൾ ചാവുമെന്നായി. നരവര അനവധി ആളുകൾ ഇരിക്കില്ല. അവർക്ക് തോന്നിയിത്രേ കംസൻ ചത്ത ചാവട്ടെ. എല്ലാവർക്കും മധുരാവാസികൾക്കൊക്കെ പുതിയ 2 രാജകുമാരന്മാരും മുറ്റുമിടുക്കന്മാര് പുതിയ ജനറേഷൻ്റെ ആളുകൾ വന്നു. രാമകൃഷ്ണന്മാരെ തോന്നി. നൃണാം നരവര സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ. ഗാലറിയിൽ നിറയെ സുന്ദരികളായ സ്ത്രീകളിരിക്കുന്നുണ്ട്. അവർക്ക് തോന്നിയിട്ടേ കാമദേവൻ, സാക്ഷാൽ കാമദേവൻ കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടില്ല. ഇന്നലെ അദ്ദേഹം അമ്പ് വില്ലുമായിട്ട് ഇങ്ങനെ വരണു എന്നത്രേ തോന്നിയത്.
ഗോപാനാം സ്വജന, ഗോപന്മാർക്ക് ഒരു പുതുമയും തോന്നിയില്ല. ഇത് നമ്മളെ കൃഷ്ണനല്ലേ, പൂതനെ കൊന്ന കൃഷ്ണൻ, ശകടാസുരനെ കൊന്ന കൃഷ്ണൻ, തൃണാവർത്തനെ കൊന്ന കൃഷ്ണൻ, അഘാസുരനെയും ബകാസുരനെയും വത്സാസുരനെയും കൊന്ന കൃഷ്ണൻ, പിന്നെ പ്രളംബനെ അടിച്ചു കൊന്ന ബലരാമേട്ടൻ. എന്താ ഇതിനൊരു പ്രത്യേകത? നമ്മുടെ കൃഷ്ണൻ, നമ്മുടെ കൂട്ടുകാരൻ കൃഷ്ണനെ അവർക്കപ്പോൾ തോന്നിയുള്ളൂ. അസതാം ക്ഷിതിഭുജാം ശാസ്ത, കംസന്റെ കൂട്ടുചേർന്ന് ഇവരെ അങ്ങോട്ട് കൊന്ന പിന്നെ കംസനും നമ്മളാവും ലോകം ഭരിക്കണത് എന്ന് വിചാരിച്ച കുറെ ദുഷ്ടരാജാക്കന്മാര് അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് തോന്നിയിത്ര കംസനും നമ്മളും കൂടി കൂട്ടായി നമ്മുടെ തലയിലെടുത്ത് പോയി, പ്ലാനൊക്കെ തെറ്റി. ഈ രണ്ട് കുട്ടികളുള്ള എല്ലായിടത്തോളം കാലം ഇനി ഈ ഭൂമിയിൽ വേറൊരാൾക്ക് തലവെക്കാൻ പറ്റില്ല എന്ന് തോന്നിപ്പോയി ആ കുട്ടികളുടെ ചൈതന്യം കൊണ്ട്. സ്വപിത്രോ ശിശു, ആദ്യം പറഞ്ഞത് ഏഴിക്കിടക്കള അച്ഛനമ്മമാര്. ദേവകി ആളുകളെ അർത്ഥം വിളിക്കണ്ടേ, രാമനും കൃഷ്ണനും എത്തിയിത്രേ, നമുക്കൊന്ന് കാണണ്ടേ നമ്മുടെ കുട്ടികളെ. കയ്യിലെടുത്ത് ഉമ്മ വെച്ച് നന്ദഗോപരുടെയും യശോദയുടെയും കയ്യിൽ അവിടെ കൊണ്ട് കിടത്തിക്കൊണ്ട് പോന്നതാണ്. 1 വയസ്സ് പോലും ആവാത്ത പ്രസവിച്ച ഉടനെയുള്ള കുട്ടികൾ. ഇപ്പോഴോ, ഇപ്പൊ അവർ കേമന്മാരായി ആനെ കൊന്നു എന്നും പറഞ്ഞാ വരണതേ. ഒന്ന് കാണണ്ടേ, നോക്കിക്കൊണ്ട് നിൽക്കണു. സുഭിത്രോ ശിശു, ദേവകി ഇത്രയും വലിയൊരു കൊമ്പ് എങ്ങനെയാ അവർ ചുമന്ന് വെക്കണതാവോ? പാവം, എന്തൊരു കനാവ് അതിനല്ലേ. ആനെ കൊന്നതിനെ ആലോചിക്കണില്ല, കൊമ്പ് എങ്ങനെയാ ചുമന്ന് വെക്കുക ഈ കുട്ടികളെന്നാണ് അച്ഛനും അമ്മയ്ക്കും തോന്നണത്. സുഭിത്രോ ശിശു. കംസനോ, അതാണ് പ്രധാനം. കംസവധം ഭഗവാൻ നിശ്ചയിച്ചു. അതുകൊണ്ട് ഹംസന് മൃത്യുർഭോജപതേ, കാളയുടെ പുറത്ത് ഇരുമ്പലൊക്കെ ആയിട്ട് കയറുമായിട്ട് അന്തകം വരും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതെ, ശരിക്ക് കാളയുടെ പുറത്തല്ല, നീലപ്പട്ടും മഞ്ഞപ്പട്ടും ഉടുത്ത 2 കുട്ടികളുടെ വേഷത്തില് അന്തകൻ ഇരുമ്പലയ്ക്ക് പകരം ആനക്കൊമ്പും പിടിച്ചു വന്ന് നിൽക്കുകയാണ്. മൃത്യുഭോജപതേ വിരാട വിദുഷം. ഒന്നും ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും കേമത്തെ അറിയാത്ത ആൾക്ക് എനിക്കോ വരെ കേമത്തുള്ള ഒരാള് നമ്മളെ പോലൊന്നുമല്ല, അങ്ങനെ തോന്നി. പിന്നെ തത്വം പരം യോഗിനാം, യോഗികൾക്ക് മഹർഷീശ്വരന്മാർക്ക് അവരിത്ര കാലം മനസ്സുകൊണ്ട് ഭാവന ചെയ്ത് ഒരു ഈശ്വര സങ്കല്പം, ബ്രഹ്മസങ്കല്പം, ഒരു പരമാത്മ ചൈതന്യ സങ്കല്പം വെച്ചിട്ടുണ്ട്. ഇത് സങ്കല്പമല്ല, നേരിട്ട് തത്വം പരം യോഗിനാം, യോഗികൾക്ക് ചെന്നെത്തേണ്ടുന്ന പരമതത്വം ദേ മുമ്പിൽ വന്ന് നിൽക്കണു. ഇത് കണ്ണോണ്ട് കാണാൻ പറ്റിയല്ലേ, ആദ്യമായിട്ട് കണ്ടതുപോലെ അവർക്ക്. വൃഷ്ണീനാം പരദേവതേരി, യാദവന്മാർക്കോ നമുക്ക് എല്ലാവർക്കും ഒരു നേതാവിനെ, പുതിയ നേതാവിനെ കിട്ടി എന്ന് തോന്നി. ഇങ്ങനെ 10 തരം ആളുകൾക്ക് 10 തരത്തില് തോന്നിച്ചുകൊണ്ട് സാഹിത്യം അറിയുന്നവർക്കറിയാം. ഉല്ലേഖാലങ്കാരം എന്നാണ് അത്ര ഇതിന് പറയുക. ബഹുധോല്ലേഖൈ, അലങ്കാരം ഉല്ലേഖയിഷ്യതേ. പല ആളുകളെ ഒരേ ആളെ പലതരത്തില് വിചാരിച്ചാൽ അതിന് ഉല്ലേഖാലങ്കാരം എന്ന് പറയും. അതാണ് ഇപ്പോൾ അവിടെ ഉണ്ടായത്. പലർക്കും പലതായി തോന്നിച്ചുകൊണ്ട് രാമകൃഷ്ണന്മാർ നിൽക്കുമ്പോൾ രാമനും കൃഷ്ണനും ജയിക്കട്ടെ എന്ന് പറഞ്ഞ് ഓരോരുത്തരും സ്തുതിക്കുന്നുണ്ട്. ഓരോരുത്തരും രാമൻ ചെയ്തതും കൃഷ്ണൻ ചെയ്തതും മാറി 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 പറഞ്ഞ് സ്തുതിക്കുക. അപ്പോൾ മല്ലന്മാരുണ്ട്, ചാണൂരും മുച്ചുകനും. ഈ ആളുകൾ ഇങ്ങനെ കുട്ടികളെ കണ്ട് കൗതുകം കൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, നേരെ പോകണം. അപ്പോൾ അതല്ല നമ്മുടെ ജോലി. ഈ കുട്ടികളുടെ നന്ദഗോപരുടെ കുട്ടികളായിട്ട് അവിടെ കഴിഞ്ഞിരുന്നാലല്ലേ നിങ്ങൾ ഇവിടെ വന്നെങ്കിൽ നിങ്ങൾക്കൊരു കടമയുണ്ട്, ഞങ്ങളോട് യുദ്ധം ചെയ്യാം. മനസ്സിലായോ? അതിനാണ് വിളിച്ചു വരുത്തിയത്. യജമാനൻ നമ്മുടെ രാജാവ് അവിടെ ഇരിക്കണു, എന്താ തയ്യാറാവുകയല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങളെ ഞങ്ങളോട് തല്ല, അതൊരു യോജിപ്പില്ല. നിങ്ങൾ തമ്മിൽ തല്ല, ഞങ്ങൾ ഗോപന്മാരും ആയിട്ട് തല്ല, അതല്ലേ ശരി. കുട്ടികളോട് വലിയവരുടെ അങ്ങനെയൊന്നുമല്ല. ആനെ കൊന്ന താൻ എന്നെ കൊല്ലുമെന്ന് എനിക്ക് പേടി തന്നെയുണ്ട്. അപ്പോഴോ നമുക്ക് നമ്മളെ മല്ലന്മാരുമായിട്ട് തമ്മിൽ തരണം. പിന്നെ
പരീക്ഷത്തെ ശ്രീശുഖം പറയാം, അതിഗംഭീരമായിട്ടുള്ള ഒരു യുദ്ധം ചാണൂരനും ശ്രീകൃഷ്ണനും തമ്മിൽ, ബലരാമനും മുഷ്ടികനും തമ്മിൽ അവിടെ നടന്നു. എത്രയായിട്ടും അങ്ങോട്ട് ആവണില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങോട്ട് പട്ടേരിപ്പാടൊക്കെ പറയണ ഉത്പാദ ആപാദന ആകർഷണ വിവിധ തരത്തിലുള്ള നെഞ്ഞോട് നെഞ്ഞ്, തലയോട് തല, മുട്ടോട് മുട്ട, കാലോട് കാല് ഒക്കെ പിടിച്ചു നോക്കണുണ്ട്. കിട്ടുന്നുണ്ട്. വഴുതി പോവാ കുട്ടികൾ, ഇത്തിരി പോകുന്ന കുട്ടികൾ, ഈ മല പോലെയുള്ള മല്ലന്മാരും. അപ്പൊ അതിൻ്റെ ഇടയിൽ പാവം ചാണൂരൻ പട്ടേരിപ്പാട് പറയാ പലതരമുള്ള മോക്ഷം അനുഭവിച്ചു. സാധാരണ ഒരു തവണ എല്ലാവർക്കും മോക്ഷം കിട്ടാറുള്ളൂ. ഇത് ചാണൂരനെ ഭഗവാൻ ഇറുക്കിപ്പിടിക്കും. ശ്വാസം മുട്ടുമ്പോ ചത്തൂന്ന് അവരങ്ങനെ തോന്നുമ്പോ ഭഗവാൻ കൊണ്ട് ഒരു തള്ളുകയാണ്. വീടടുത്ത് കിടന്നു കയറി മോക്ഷം കിട്ടി, മോക്ഷം കിട്ടി എന്നാ അവന് തോന്നുത്രേ. അത് കഴിഞ്ഞ് ആദ്യം വരും, പിന്നെ ഭഗവാൻ പിടിച്ച് ഞെട്ടി ചാവുന്ന അങ്ങോട്ട് തോന്നിയാൽ ദൂരൊക്കെ അറിയും. അപ്പോഴും അവന് തോന്നും മോക്ഷം കിട്ടി രണ്ടാമത്. ഇങ്ങനെ പലതവണ മോക്ഷം കൊടുത്തു ഗുരുവായൂരപ്പ ചാണൂരനെ വിടുന്ന. അവസാനം അവൻ ആകാശത്തേക്ക് പൊങ്ങി താഴേക്ക് കൃഷ്ണന്റെ മേത്തേക്ക് ഇങ്ങോട്ട് വന്ന് വീഴാൻ ഭാവിക്കുമ്പോൾ ഭഗവാൻ അവിടെ കൗതുകായിട്ട് നോക്കി നിന്നു. ഇങ്ങോട്ട് താത്തി വരണ അവൻ്റെ കൈ ഇങ്ങോട്ട് പിടിച്ചി ചുറ്റിച്ച് ബോധയാമാസ. ഭഗവത്തിൽ ആ ശബ്ദവും കൂടി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിലത്തൊരൊറ്റടിയ അവൻ്റെ ശരീരം, കഴിയ കാല, തലമണ്ട ഒക്കെ വേറെ വേറെ കഷ്ണം കഷ്ണമായിട്ട് ധരിച്ചു. കഴിഞ്ഞോ കൃഷ്ണ എന്നാ വരെ ഞാനും ഇടത്തെ കൈ കൊണ്ട് മുഷ്ടികരെ സാവജ്ഞം. നിനക്കൊക്കെ വലത്തെ കൈ വയ്ക്കാനില്ല, ഇടത്തെ കൈ കൊണ്ട് എന്ന് പറഞ്ഞ് ഇടിച്ചു കൊന്നു. തോഷരകൻ, ശലൻ തുടങ്ങിയവർ പിന്നെ വന്നപ്പോൾ അവരെയും കൊന്ന. ഇതെന്താ ബഹളം കൂട്ടണേ എന്നൊക്കെ പറഞ്ഞിട്ട് കംസൻ ബഹളം കൂട്ടുമ്പോൾ ഇവിടുന്ന് ചാടി കംസന്റെ മുടി പിടിച്ച് ചുറ്റിച്ച് താഴേക്ക് ഇട്ടു. ഒപ്പം ശ്രീകൃഷ്ണനും മാറത്ത് അമ്മാമ കണ്ണു തുറക്കൂ, ഞങ്ങൾ മരുമക്കൾ വന്ന് നിൽക്കണത് കാണുമെന്ന് പറയണ പോലെ കഴുത്തിനും കൂടി പിടിച്ചു. കണ്ണു തുറിച്ചു. രാമനെയും കൃഷ്ണനെയും കണ്ടു. രാമൻ അപ്പുറം നിൽക്കണു, കൃഷ്ണൻ മാറത്തും. കുട്ടിക്കാലം മുതൽക്ക് കംസന് ഭയഭക്തിയായിരുന്നു. അത് കേറി കേറി നാളത്ത് ഭഗവാനെ വെച്ച് തടേവ രൂപം മോക്ഷം നേടി കംസൻ. ജയിലിൽ കിടക്കുന്ന അച്ഛനമ്മമാരെ ഭഗവാൻ ചെന്ന് കാവക്കാരെ കൊണ്ട് പറഞ്ഞ് വാതിൽ തുറപ്പിച്ചിട്ട് നമസ്കരിച്ചു. ഈശ്വരന്മാരാണ് ഇവര് വിചാരിച്ച് മിണ്ടാണ്ട് നിൽക്കുമ്പോൾ ഏട്ടാ അച്ഛനും അമ്മയും നമ്മളെ കണ്ടിട്ട് അറിയണില്ല എന്നും പറഞ്ഞാൽ കരയാൻ തുടങ്ങി. അയ്യോ എൻ്റെ ഉണ്ണികളെ എന്നും പറഞ്ഞ് വേഗം വന്ന് ലാളിച്ചു. പിന്നെ നന്ദഗോപാദികളെ ഗോപന്മാരോ ഒക്കെ ആയിട്ട് സുഖമായിട്ട് അവിടെ കഴിഞ്ഞു. നന്ദഗോപര് പറഞ്ഞു, ഞാനിവിടെ ഇങ്ങനെ നിന്നാ യശോദ അവിടെ കാത്തിരിക്കില്ലേ കൃഷ്ണ. ദേവകി വസുദേവന്മാരോട് യാത്ര ചോദിച്ച് നന്ദഗോപർക്ക് ഗൗരവം മനസ്സിലായി. രാമനെയും കൃഷ്ണനെയും തിരിച്ചു കൊണ്ടുപോകാൻ കിട്ടില്ല. ദേവകി വസുദേവന്മാരുടെ കുട്ടികളായിട്ട് അവർ ഇവിടെ കഴിയുള്ളൂ. എന്നാ ഭഗവാനോ അച്ഛ ഇവിടെ രാജാവ് മരിച്ചതുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്, ഉഗ്രസേനെ രാജാവാക്കല, അങ്ങനെ ചില കടമകളില്ലേ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അമ്മയെ കാണാൻ വേഗം വരാട്ടോ. അച്ഛൻ ഇവിടെ നിൽക്കണ്ട, പൊക്കോളൂ. അമ്മ തന്നെയല്ലേ അവിടെയുള്ളൂ. നന്ദഗോപർക്ക് കൃഷ്ണന്റെ ഇഷ്ടം ചെയ്യാം എന്നല്ലാണ്ട് മറിച്ചൊന്നും അങ്ങനെ പറയാൻ വശല്ല. ഗർഗമഹർഷി വന്ന് പറഞ്ഞപ്പോ അന്നത്തെ കാലം മുതൽ ഇന്നേ വരെ അതുണ്ടായിരുന്നു. തലയും താത്തി കണ്ണു നിറച്ച് തേരുടെ അനവധി സാധനങ്ങൾ അമ്മയ്ക്ക് കൊടുക്കൂ എന്നും പറഞ്ഞുകൊണ്ട് ഭഗവാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ അത് പാവം നന്ദഗോപുരം പോയി പരീക്ഷത്തെ. ഭഗവാന്മാര് പിന്നെ വിദ്യാഭ്യാസം നേടാനായിട്ട് സഞ്ജീവനി ഗൃഹത്തിൽ ചെന്നു. അവിടെ 64 ദിവസം കൊണ്ട് വിദ്യാഭ്യാസമൊക്കെ നേടി. എന്നോ മരിച്ചുപോയ ഗുരുപുത്രനെ ഗുരുവത്തി പറഞ്ഞതനുസരിച്ച് സമുദ്രത്തിൽ ചെന്ന് അമ്പകലോകത്തിൽ ചെന്ന് അമ്പകനോട് ഗുരുപുത്രനെ ഇവിടെ വെക്കും എൻ്റെ മുമ്പിൽ എന്ന് അവനെ കൽപ്പിച്ചു. 12 വയസ്സായ ഒരു കുട്ടി വന്ന് നിൽക്കാന്നല്ല അമ്പകന് തോന്നിയതേ. അമ്പകനെ കിടുകിട വിറപ്പിക്കുന്ന ആളാ. ഉണ്ണിയെ കൊണ്ടുവന്ന് ഗുരുനാഥ സ്വീകരിക്കണേ. ഗുരുനാഥൻ്റെയും ഗുരുപത്നിയുടെയും കയ്യിൽ അങ്ങനെ കൊടുത്ത് വീണ് നമസ്കരിച്ചു. സുദാമാവ് എന്ന കൂട്ടുകാരനോട് ഇടയ്ക്ക് കാണാൻ വരണേന്നും പറഞ്ഞ് യാത്രയാക്കിയിട്ടാണ് ഭഗവാൻ ഇവിടെ വന്നതും. പ്രധാനമന്ത്രിയായ ഉദ്ധവനെ വൃന്ദാവനത്തിലേക്ക് ഗോപീഗോപാലന്മാരെയും അമ്മയും ഒക്കെ ആശ്വസിപ്പിക്കാൻ
പറഞ്ഞു വിട്ടതെന്നൊക്കെയാണ് ഇനി പറയണത്. ഇപ്പോൾ നമുക്ക് നിർത്തി 20 മിനിറ്റ് കഴിഞ്ഞു. ഗൃഹാഗതേർ ഗീയമാനാഹ, കൊട്ടാരത്തിൽ വരുന്ന നാരദാദികളും ശിശുവാദികളും സനകാദികളും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അതാണ് രുക്മിണി. അത് രുക്മിണിയുടെ പ്രേമലേഖനത്തിൽ ആദ്യം ഭഗവാനോട് പറഞ്ഞത്, ഞാൻ അവിടുത്തെ കഥകൾ കേട്ട് വളർന്നു വലുതായ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് കഥകൾ കേട്ടപ്പോൾ കഥാനായകനായ അല്ലയോ അജിത ഭഗവാനെ ഭുവനസുന്ദര, അവിടുന്ന് അടിയൻ്റെ ഉള്ളിൽ കടന്നുകൂടി. അടിയൻ അവിടുത്തെ സ്വീകരിക്കാൻ നിശ്ചയിച്ചു. അത് രുക്മിണി എഴുതണമെങ്കിൽ കഥകളുടെ സ്വാധീന ശക്തി എത്രമാത്രം രുക്മിണിയെ ഭഗവതിൻ്റെ മുമ്പിലേക്ക് എത്തിച്ചു എന്ന് കാണാം. അതാണ് ഭഗവാൻ കഥകളുടെ ശക്തി. നമ്മൾ എന്തുകൊണ്ട് ഓരോരുത്തരും ഓരോ തവണ സപ്താഹം കഴിയുമ്പോഴും എണ്ണം കൂടി 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 വരുന്ന നമ്മുടെ രംഗം നിറയ്ക്കുന്നു? അവരുടെയൊക്കെ ഉള്ളിൽ ഏതോ ഒരു സംസ്കാരം അവരെ ഉള്ളിൽ തള്ളിവിടുന്നുണ്ട്. അതിവിടെ കാണിച്ചു. ആദ്യം ശ്രീശുകൻ രുക്മിണിയോട് പറഞ്ഞത്, നാരദാദികൾ രുക്മിണിയോട് പറയാറുള്ളത്, സനകാദികൾ രുക്മിണിയോട് പറയാറുള്ളത് ഭഗവാന്റെ ഈശ്വരത്വം ആണ്. അവിടുന്ന് വൃന്ദാവനത്തിൽ ഗോപികളുടെ മുഴുവനും കണ്ണിലുണ്ണിയായി യശോദയുടെ ഓമനക്കുട്ടനായി വളർന്നു വലുതായി. അവിടുന്ന് അക്രൂരം കൊണ്ടുവന്ന തേരില് മധുരയിലെത്തി. നമ്മൾ കേട്ടുല്ലോ കുറച്ച് മുമ്പേ, സുന്ദരിയായ കൂലിപ്പെണ്ണിനെ അതിസുന്ദരിയാക്കി മാറ്റി. ഭഗവാന്റെ പത്നീപദം അലങ്കരിക്കത്തക്ക വിധം സുന്ദരിയാക്കി. വെറും കൂലിപ്പെണ്ണ്. കൂലിപ്പെണ്ണിനു നട്ടല്ലിനു വളവു നിവർന്നപ്പോഴേക്കും വളഞ്ഞു മീനങ്ങനുള്ളിലെന്തും പ്രഥിത മധുര കോദണ്ഡദണ്ഡം പ്രചണ്ഡം. ദാനം ചെയ്യേ മനസ്സും കളഭവും ഒരുമിച്ച് ആ കുറിക്കൂട്ടുകാരിക്കാ നിൽപ്പിൽ തോന്നി. രാധാരമണനൊരു കുറി കൂട്ടുകാരത്തിയാവാൻ. കുറിക്കൂട്ടുകാരി എന്നാണ് നാട്ടുകാരൊക്കെ അവളെ വിളിക്കാറുള്ളത്. കവി മഹാകവി പറയുന്നു, കുറിക്കൂട്ടുകാരി ഒരു കുറി ഭഗവാന്റെ കൂട്ടുകാരിയായിരുന്നു. കുറി ഒരു കുറി എന്ന് വെച്ചാൽ ഒരു തവണ എന്നർത്ഥം. ഭഗവാന്റെ കൂട്ടുകാരി ആവത്തക്കവണ്ണം ഈ കുറുക്കൂട്ടുകാരിക്ക് എന്തായിരുന്നു കേമത്വം? ദാനം ചെയ്യേ മനസ്സും കളഭവും ഒരുമിച്ച്. അവള് സുന്ദരി ഇത്തിരി കളഭം തരുമെന്ന് ഭഗവാൻ ചോദിച്ചപ്പോ അടിമുടി ഭഗവാനെ അങ്ങനെ നോക്കി. അവളിലേക്ക് ഈ നീലമേഘശ്യാമളവർണ്ണൻ, ഈ നീലക്കടല്, ഈ നീലാകാശം അങ്ങനെ അകത്തേക്ക് കയറി. അപ്പം എന്തായി? മഹാപുരുഷനെ ഈ പ്രകൃതിയുടെ ഒരു ചെറിയ അംശം മാത്രമായ കൂലിപ്പെണ്ണിന് നേടാൻ ഭാഗ്യമുണ്ടായി. പോരെങ്കിൽ ഭഗവാൻ ഇത്രയ്ക്കൊക്കെ ചെയ്യണോ? ശ്രീശുഖം പറയുന്നത് കാലുകൊണ്ട് കാലും വെച്ച കുട്ടി, കൈകൊണ്ട് താടിക്ക് പിടിച്ചു, ഒരു കൈ കൊണ്ട് തലയും നെറ്റിയുമൊക്കെ ഒന്നിച്ചിങ്ങനെ പിടിച്ചു, എന്നിട്ടാ പൊക്കിയത്. ഇത്രയൊന്നും ആവശ്യമില്ല. ശ്രീശുഖം പറയാ, ദർശയൻ ദർശനേ ഫലം. ഭഗവാനെ അങ്ങനെ കാണുമ്പോഴേക്കും സൗന്ദര്യോത്തരതോപി സുന്ദരതരം തദ്രൂപം ആശ്ചര്യതോപ്പി ആശ്ചര്യം ഭുവനേ നഖസ്യ കുതുകം പുഷ്ണാദി. ആർക്കാ കൊതി തോന്നാതിരിക്കുക? ആർക്കാ ലഹരി തോന്നാതിരിക്കുക? ഹരിലഹരി ഹരിലഹരി. അവളുടെ തലയ്ക്ക് പിടിച്ചു. ആയിക്കോട്ടെ, അവളുടെ തലയ്ക്ക് പിടിച്ചെങ്കിൽ ഭഗവാന് അവളുടെ തലയ്ക്ക് പിടിക്കേണ്ട കാര്യമുണ്ടോ? അവളുടെ തലയ്ക്ക് പിടിച്ച് താടി പിടിച്ച് കാലുകൊണ്ട് കാലും വെച്ച് ഔട്ടി ഉയർത്തി എന്ന് പറഞ്ഞാൽ അത് അവളെ പൂർണ്ണമായിട്ടും താൻ സ്വീകരിച്ചു എന്നാണ് അർത്ഥം. ഏട്ടൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു, എന്താ കൃഷ്ണ ഈ കാണിക്കണതെന്ന്. ഏട്ടൻ ചോദിച്ചില്ല പാവം. അതുകൊണ്ട് എന്തായി? അവള് ധൈര്യമായിട്ട് ഭഗവാനെ പോവാ നമ്മുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ നോക്കി, ഏട്ടൻ നോക്കി നിൽക്കുക. എങ്ങനെയൊക്കെ പറയണത്? വലിയ മാന്യനായിട്ട് ഭഗവാൻ പറഞ്ഞു, അതെ
നിന്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഇപ്പോഴില്ല, പിന്നെ ഞങ്ങളിവിടെ ഒരു ആവശ്യത്തിന് വന്നാൽ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് ആലോചിക്കാം, അന്നൊക്കെ ആവാം, പൊക്കോളൂ. അപ്പോൾ സുന്ദരിയെ ഏട്ടം നോക്കി നിൽക്കെ മാന്യമാക്കി പറഞ്ഞയച്ചു, ലോകസുന്ദരിയാക്കി. അവള് പിന്നെ എന്നും സ്വപ്നം കാണാറുള്ളത് ഈ ഭുവനസുന്ദര 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 എന്ന് രുക്മിണി വിളിക്കുന്ന ആളെയാണ്. അപ്പം ഈ കഥ രുക്മിണിക്ക് നാരദനോ ശ്രീശുഖനോ സനകാദികളോ ആരെങ്കിലും കൊട്ടാരത്തിൽ പറയുമ്പോൾ, കൊട്ടാരത്തിൽ വന്ന് കഥ പറയുമ്പോൾ എന്താവും അവസ്ഥ? ശ്രീശുഖൻ പറയട്ടെ എന്താവുന്നോ? സോമശ്രുത്യ മുകുന്ദസ്യ രൂപ വീര്യ ഗുണ ശ്രിയ ഗൃഹാഗതൈർഗീയമാനാഹ. പരീക്ഷിത്തെ ശ്രദ്ധിക്കണേ. തമ്മേനെ സദൃശം പതി. ആ കൂലിപ്പെണ്ണിനെ ഭഗവാനെ കിട്ടിയെങ്കിൽ വൃന്ദാവനത്തിലെ ഗോപികളൊക്കെ ഒക്കെ അങ്കല മംഗല മംഗല മാധവ, മാധവൻ മാധവൻ ചാന്തരേണ അങ്കല. രണ്ട് ഗോപിക്ക് ഒരു കൃഷ്ണൻ, രണ്ട് കൃഷ്ണൻ ഒരു ഗോപി എന്നുള്ള നിലയ്ക്ക് കണക്ക് വെച്ച് എല്ലാവർക്കും ഒരു ഗോപിയോ ഒരു കൃഷ്ണൻ, ഒരു ഗോപിയോ ഒരു കൃഷ്ണനോ ഒന്നുള്ള വിട്ട് കിട്ടിയെങ്കിൽ തനിക്ക് മോഹിച്ചാൽ കിട്ടും. അതാണ് രുക്മിണിയുടെ തമ്മേനെ സദൃശം പതി എന്ന തീരുമാനത്തിന് കാരണം. രുക്മിണി തുറന്നു പറഞ്ഞു, 100 ജന്മങ്ങള് ഇനിയും ജീവിക്കാൻ അടിയന് തലയിലെത്തുണ്ടെങ്കിലും അടിയന് ഈ ഭുവനസുന്ദരനെ അല്ലാതെ, ഈ നീലമേഘശ്യാമളവർണ്ണനെ അല്ലാതെ, ഈ ശ്രീവാസുദേവനെ അല്ലാതെ, ഈ ശ്രീകൃഷ്ണനെ അല്ലാതെ മറ്റൊരാളെ വേണ്ട. ഉറപ്പ് ഉറപ്പ് ഉറപ്പ്. ഇങ്ങനെ ഇവിടെ പറയാൻ പറ്റണ്ടേ? അതാണ് രുക്മിണി. കഥ കേട്ടാൽ നമുക്കും ആ നിലവാരം വരും. ഭഗവാനെ കണ്ട ആ പെൺകുട്ടിക്ക്, മഥുരയിലെ കുട്ടിക്ക് ഈ ആവേശം ഉറച്ചുവെങ്കിൽ ഭഗവാനെ കണ്ടവർക്കൊക്കെ അത് വരേണ്ടത് തീർച്ചയല്ലേ? ഭാഗവതത്തിൽ ശ്രീശുഖൻ പറയണു, ഭഗവാനെ കണ്ട വയസ്സന്മാരൊക്കെ 98 വയസ്സായവരൊക്കെ 16 വയസ്സ് 16 വയസ്സ് 16 വയസ്സ് എന്ന് അവരുടെ എന്താ പറയുക സർട്ടിഫിക്കറ്റ് തിരുത്താൻ തുടങ്ങി എന്നാണ് പറയണത്. വെറുതെ പറയണതല്ല. ഭഗവാനെ കണ്ടാൽ കഴിഞ്ഞു. ഇനി ഒന്നും ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകും കൃഷ്ണനെ കാണിക്കാൻ. വയസ്സന്മാർ പറയും ചെറുപ്പക്കാരോട്, ആവൂ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാം. ശരി, കൊണ്ടുപോയി. എല്ലാവർക്കും അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ. വോട്ട് ചെയ്യിക്കാൻ കാറൊക്കെ കൊണ്ടുവന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് വോട്ട് ചെയ്താലോ പിന്നെ ആരും ഉണ്ടാവില്ല അങ്ങോട്ട് കൊണ്ടുവന്നാക്കാൻ. ഇതുപോലെ സകല വയസ്സന്മാരെയും ആളുകളെ കൃഷ്ണനെ കാണിക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. മതി. അവിടെ വന്നപ്പോൾ പിന്നെ എല്ലാവരെയും കൈ പിടിച്ചു. ഇനി എന്നെ അങ്ങനെ ആരും കൊണ്ടുപോകണ്ട. കൃഷ്ണനെ കണ്ടപ്പോൾ 90 വയസ്സുകാരൻ 16 വയസ്സുകാരനായി എന്നാ പറയണത്. അപ്പോ ആ ഒരു മാറ്റം ജീവിതത്തിന് ഭഗവാൻ എല്ലാവർക്കും കൊടുത്തു. മഥുരയിലെ കഥ അങ്ങനെ. കംസവധം കഴിഞ്ഞ് ഭഗവാൻ ഈ പറഞ്ഞ ആളുകളെയൊക്കെ അനുഗ്രഹിക്കാൻ പുറപ്പെട്ടപ്പോഴോ ഉദ്ധവനെ വൃന്ദാവനത്തിലേക്ക് അയച്ച് വൃന്ദാവനത്തിലെ ഗോപിഗോപാലന്മാർക്ക് ഭഗവത് വിരഹം ഒരിക്കലുമില്ല എന്ന ഉറപ്പുവരുത്തി. അതെങ്ങനെയാ സാധിച്ചത്? അതും രുക്മിണി ശ്രദ്ധയോടെ കേട്ടു. അതാണ് ഏതോ ഒരു കുട്ടിയ കൂനിപ്പെണ്ണ കളഭണിയിച്ചത് മാത്രമല്ല, ഏതോ ഒരു യശോദര വെണ്ണയും പാലും കൊടുത്തതല്ല, ഏതോ ചില ഗോപികളോടൊപ്പം നൃത്തം ചെയ്തത് മാത്രമല്ല, ഭഗവാന്റെ രൂപ വീര്യ ഗുണ ശ്രിയ എല്ലാ ഭാവങ്ങളെയും രുക്മിണി കഥയിൽ കൂടെ കേട്ടിട്ടുണ്ട്. ഉദ്ധവൻ വൃന്ദാവനത്തിൽ ചെന്നപ്പോൾ യശോദയും നന്ദഗോപരും കരഞ്ഞു കാത്തിരിക്കുക. ഉണ്ണി വരാന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. യശോദ വാതിന് പോലും പുറത്തേക്കുള്ളത് അടയ്ക്കാറില്ല. തൻ്റെ ഉണ്ണി വന്ന് വാതിക്ക മുട്ടി അമ്മയെ വാതിന് തുറക്കൂ എന്ന് പറയാനിട വരരുത്. എന്നും ഹൃദയത്തിൻ്റെ വാതില് കൃഷ്ണന് വേണ്ടി ആ അമ്മ തുറന്നു വെച്ചുകൊണ്ടേയിരുന്നു. ഉദ്ധവനെ കണ്ടപ്പോ അത്ഭുതം, കൃഷ്ണൻ തന്നെയാണ് ആദ്യം തോന്നിയത്. പിന്നെ ഉദ്ധവനെ കൈപിടിച്ചിരുത്തി വർത്തമാനങ്ങൾ പറഞ്ഞപ്പോ പറയുകയും ചെയ്തു, അമ്മ ഞങ്ങളുടെ ഉണ്ണി വന്നതുപോലെ തന്നെയാണ് കേട്ടോ. ആ
ഉദ്ധവൻ അത് 3-4 മാസം അവിടെ താമസിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു, അമ്മയുടെ ഉണ്ണി തന്നെയാണ് താൻ എന്ന്. അപ്പോ ഉദ്ധവൻ ഉത്സവമൂർത്തിയായിട്ട് അവിടെ നിന്നു. ആ കഥകളും ഇതാ രുക്മിണി കേട്ടുകൊണ്ടേയിരിക്കണം. രുക്മിണി ഭഗവാനെ തൊഴാൻ പോയതും തൊഴുതു വന്നതും ആയ രംഗങ്ങളാണ് നമുക്കിപ്പോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദ്രഷ്ടും ഭഗവതി ക്ഷേത്രത്തില് ശിവന്റെ അമ്പലത്തില് രുക്മിണി കാൽനടയായിട്ട് പോയി ഭഗവാനെ കണ്ട് ഭഗവതിയെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ച് തിരിച്ചെഴുന്നള്ളി. ആ സമയത്താണ് ഭഗവാൻ രുക്മിണിയുടെ കൈപിടിച്ച് തേരിൽ കയറ്റുന്നത്. ആ രംഗമാണ് നമുക്കിവിടെ ഇതാ ഭാവന ചെയ്യാനുള്ളത്. ഇവിടെ അത് നമുക്ക് ഗുരുവായൂരപ്പൻ കാണിച്ചു തരുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ ഭീഷ്മകസുതാൻ ഏവം നിർജിത്യ ഭൂമിവാൻ ഗുരമാനീയ വിധിപതുപയേ ഗുരു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ ഭീഷ്മകസുതാൻ ഏവം നിർജിത്യ ഭൂമിവാൻ ഗുരമാനീയ വിധിപതുപയേ ഗുരു. രുക്മിണി കല്യാണ രംഗം ദ്വാരകയില് അന്ന് നടന്നത് നമുക്കിവിടെ ഭഗവാൻ നേരിട്ട് കാണിച്ചു തരികയാണ് ചെയ്യണത്. രുക്മിണി വിവാഹം, അത് കഴിഞ്ഞിട്ടുള്ള അവിടുത്തെ ദീപാരാധന, അത് കഴിഞ്ഞാൽ മംഗളം മംഗളം മാരുതനായ മംഗളം മംഗളം വല്ലഭ മംഗളം മംഗളം മാരുതനായ മംഗളം മംഗളം രുക്മിണി 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 വല്ലഭ മംഗളം മംഗളം മാരുതനായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിവാൻ ഗുരമാനീയ വിധിപതുപയേ മേ ഗുരുദ്വഃ. തദാ മഹോത്സവോ നൃണാം യദുര്യാം ഗൃഹേ അഭൂതരണ്യഭാവാനാം കൃഷ്ണേതുപദൗർവാം നരകായശ്ച മുദിതാ പ്രവൃഷ്ടമണികുണ്ഡലാ പാരിവേഹമുപായഗു വരയോ ചിത്രവാസസോ സാരിഷ്ടികുലീയുതഭിനേന്ദ്രമേ വിചിത്രമാന്യാപരത്മധോരണൈഃ പ്രഭോ പ്രതിദ്വാര്യുപവൃത്തമംഗളൈഃ ആപൂർണകുംഭാവരുധൂപദീപൈഃ ചിത്തമാർഗാ മദച്ചുൽഭിഃ ആഹൂതപ്രേക്ഷഭൂഗം ഗജയേത്വാസു പരാമൃഷ്ടംഭാ പൂവോപശോഭിത ഗുരുസഞ്ജയ നൈകേയ വിദർഭയതു കുന്ദയ നിജോ മുമുദിരേ തസ്മിൻ സംഭ്രമാ
श्रुत्वा दीयमानं ततस्तदा राजानो राजकन्याः बभूवृषविस्मिताः द्वारकायामाहुराजन् महामोदपुरौगतां रुक्मिण्यारमयो वेदं दृष्ट्वा കൃഷ്ണൻ ശ്രിയപതിം ദ്വാരകായാം അഭൂദ്രാജൻ മഹാമോദ പുരൗഗതാം രുക്മിണ്യാരമയോ വേദം ദൃഷ്ട്വാ കൃഷ്ണൻ ശ്രിയപതിം ദ്വാരകായാം അഭൂദ്രാജൻ പുരൗകസാം രുക്മിണ്യാരമയോ വേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയപതിം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ രുക്മിണ്യുദ്വാഹേ ചതുപഞ്ചാശത്തമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചതുപോലെ രുക്മിണി കൃഷ്ണന്മാര് ഒന്നാകുന്ന നിമിഷങ്ങള് അടുത്തുകൊണ്ടിരിക്കുന്നു. രുക്മിണി കഥകള് കേട്ട് 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 ഉറപ്പിച്ചപ്പോ അതിനെതിരായിട്ടൊരു ശക്തി രുക്മിണിയുടെ സ്വന്തം ഏട്ടന്മാര് കണ്ടുപിടിച്ചു. അതാണ് ശിശുപാലനെ കൊണ്ട് തന്റെ അനിയത്തിയെ കല്യാണം കഴിപ്പിക്കും എന്ന രുക്മിണിയുടെ വാശി, ഏട്ടന്റെ വാശി. രുക്മിണി ഒരക്ഷരം ഏട്ടന്മാരോട് തമ്മിട്ടെല്ലാം നിൽക്കാതെ നമ്മൾ ഭഗവതിയോട് പറഞ്ഞില്ലേ, ചെന്ന് പറഞ്ഞു, നമസ്തേ ത്വാംബികേ ഭീക്ഷ്ണം സ്വസന്താനയുധാം ശിവാം ഭൂയാൽപതിർമേ ഭഗവാൻ കൃഷ്ണ തദനുമോദതാം. പാർവതി പരമേശ്വരന്മാര്, ഉണ്ണിക്കണപതി, സുബ്രഹ്മണ്യം, ഭദ്രകാളി, അയ്യപ്പസ്വാമി ഇവരെല്ലാവരും കൂടിയിരുന്ന് എന്നെ അനുമോദിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് എന്തായി, ഒരു ബ്രാഹ്മണൻ വന്ന് പറഞ്ഞു, രുക്മിണിയെ ഏട്ടന്മാര് ശിശുപാലന കൊടുക്കാൻ നിശ്ചയിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഞാൻ പറയണു, രുക്മിണി ഒരു കത്ത് എന്റെ കയ്യിൽ തന്നാൽ ആ കത്ത് കൊണ്ടുപോയി ദ്വാരകയിലെ ഭഗവാന് കൊടുത്ത് അവിടുത്തെ ആദ്യം രുക്മിണി ഞാൻ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട് ഇവിടെ വരും. എന്നിട്ട് ആ ഭഗവാനെ രുക്മിണിക്ക് തരും. രുക്മിണിയുടെ കയ്യിലേക്ക് ഭഗവാനെ കൂട്ടിക്കൊണ്ടുവന്ന് തരുന്ന ചുമതല ഞാൻ ഏറ്റു. ഇങ്ങനെ രുക്മിണി ചെയ്താതെ 7 ശ്ലോകം രുക്മിണി തന്റെ മനസ്സിന്റെ 7 ഹൃദയമിടിപ്പ് എന്ന മട്ടില് മുദ്ര വെച്ച് കൊടുത്തു. ബ്രാഹ്മണൻ അതുകൊണ്ട് ഭഗവാന്റെ തൃക്കൈയിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോ ദ്വാരകാദാസൻ അതിങ്ങനെ വായിച്ച് അദ്ദേഹം പറഞ്ഞു, കേവായി 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 ബ്രാഹ്മണൻ സന്ദേശം അങ്ങ് കൊണ്ടുവന്നത്. അങ്ങയുടെ കൈ ആദ്യം ഞാൻ പിടിക്കാം. കൈ പിടിച്ച് കുടഞ്ഞുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഞാൻ ദ്വാരകയിൽ നിന്ന് അങ്ങയോടൊപ്പം ഇപ്പൊ പുറപ്പെട്ടു. ഏട്ടനോട് പോലും പറയാൻ അനിയൻ തയ്യാറായില്ല. കാരണം ദ്വാരകയിലെ ഏട്ടന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഗൗരവത്തിന് ആയി മാറിയ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാം. പഴയ പോലെ ചിരി കളി തമാശയൊന്നും ഇപ്പൊ ബലരാമേട്ടനില്ല. അത് കല്യാണം കഴിഞ്ഞു വലിയ ആളായി. ആയിക്കോട്ടെ. അതുകൊണ്ട് എന്തായി, ബ്രാഹ്മണന്റെ കയ്യും പിടിച്ച് ഭഗവാൻ ദ്വാരകയിലെത്തിയപ്പോ, ദ്വാരകയെന്ന് കുണ്ടിനത്തിലെത്തിയപ്പോ ഏട്ടൻകാരനോര് അവിടെയുണ്ട്. ഏട്ടനോട് പറയാണ്ട് പോകുന്നതിന് ഏട്ടന്റെ മധുരപ്രതികാരം ഇങ്ങനെയാണ്. കൃഷ്ണൻ അറിയാതെ കൃഷ്ണന്റെ കല്യാണം കഴിപ്പിക്കാൻ ഏട്ടൻ കുണ്ടിനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കണു. ഏട്ടനെ തേരുന്ന് ചാടിയിറങ്ങിയ ഭഗവാൻ ബ്രാഹ്മണന്റെ കൈ വിട്ട് നമസ്കരിച്ചു. കൃഷ്ണന്റെ കയ്യില് രുക്മിണിയുടെ കത്തുണ്ട്. അത് കേട്ട് ബ്രാഹ്മണന്റെ കൈ പിടിച്ച് ഞാൻ അവളെ കൊണ്ടുവന്നോളാം എന്ന് ദ്വാരകയില് പറഞ്ഞു എന്ന് കൃഷ്ണ ഭടന്മാര് പറഞ്ഞിട്ട് വേണ്ടി വന്നു. ഞാനറിയാൻ സാരില്ല, ഞാനതാ മുമ്പ് എത്തിയത്. അലോക്യം തോന്നരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും രാമകൃഷ്ണേഹ പരിപ്ലുത
എന്നുള്ളൊരു വാക്കുകൊണ്ട് ആ രംഗം ഭാഗവതം നമുക്ക് കാണിച്ചു തന്നു. ബ്രാഹ്മണൻ നിങ്ങളെ ഏട്ടനും അനിയനും എന്താ വെച്ചാൽ പരിഭവമൊക്കെ പറയാം. ഞാൻ എൻ്റെ രുക്മിണിയോട് പറയട്ടെ, രുക്മിണിയുടെ അടുത്ത് എന്ന് പറഞ്ഞു ഏട്ടനും അനിയനും എത്തിയിട്ടുണ്ട്. രുക്മിണിയെ ദ്വാരകയിൽ എത്തിക്കണ കാര്യം ഏട്ടൻ്റെ ചുമതലയാണ്. ഇനി രുക്മിണി ബ്രാഹ്മണനെ വീണ് നമസ്കരിച്ച് അങ്ങനെ ദേവീക്ഷേത്രത്തിലേക്ക് പോയി. പട്ടേലിപ്പാട് ക്യാമറയായിട്ട് നിൽക്കുന്നുണ്ട് നാരായണീയത്തില്. ദേവീക്ഷേത്രത്തിലേക്ക് പോണ രുക്മിണിയെ അശൈവ ഭാര്യ ഭവിതും ആളിന് കണ്ടോ ഉറക്കെ വിളിച്ചു പറയാത്രേ, ഈ രുക്മിണിയെ നമ്മുടെ ശ്രീകൃഷ്ണൻ തന്നെ വിവാഹം കഴിക്കണം. അതിന് ശ്രീകൃഷ്ണൻ വന്നോ? ഞാൻ കണ്ടു, ഇവിടെയുണ്ട്. നോക്കൂ, പോണ രുക്മിണിയും ആ നീലമേഘ ശ്യാമവർണ്ണനും. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, രണ്ടുപേരും തമ്മിലുള്ള ആ യോജിപ്പ്. സകല ആളുകളും പറയാൻ തുടങ്ങി. രുക്മിണി പാവം എവിടെയാ ഭഗവാൻ നിൽക്കണതോ നിശ്ചയില്ല. അത് വിളിച്ചു പറയണ്ട്. അകത്ത് ചെന്നു തൊഴുതു, ഭഗവതിയിലെയും മഹാദേവന്റെ ഉണ്ണിക്കണവരുടെ അനുഗ്രഹം വാങ്ങി. പുറത്ത് വരുമ്പോ ധൈര്യമായിട്ടൊന്ന് നോക്കാം. അങ്ങോട്ട് പോകുമ്പോ നോക്കാൻ പറ്റില്ല. പട്ടേലിപ്പാട് അത് പറയണ്ട്. ത്വമപി ദേവകടാക്ഷവിമോക്ഷണൈ പ്രമദയാ മനാക്ക്. തൊഴുതുകൾ വന്നപ്പോ മഹാദേവൻ ഒരനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. പാർവതി ഒട്ടും പേടിക്കണ്ട. പണ്ട് വീരമോഹിനിയും പാർവതി ഇരിക്കുമ്പോഴല്ലേ രുക്മിണി ഞാൻ പറയണത്, എന്നെ ഭ്രമിപ്പിച്ചു ഈ കൃഷ്ണൻ സ്ത്രീവേഷം കെട്ടിയിട്ട്. പാർവതി ഒപ്പുണ്ടായിട്ടും കൃഷ്ണന്റെ വെറും വേഷം കെട്ടാണെന്ന് ഓർക്കാതെ ഞാൻ ചെന്ന് ആലിംഗനം ചെയ്തു രുക്മിണി. അപ്പോ രുക്മിണിക്ക് ഭഗവാനെ കിട്ടും എന്ന് വീരമോഹിനി ആയിട്ടുള്ള കൃഷ്ണനെ ഓർത്തുകൊണ്ട് വീരനായ എന്നെ പോലും മോഹിപ്പിച്ച കൃഷ്ണൻ രുക്മിണിയെ കൊണ്ടുപോകും. കാരണം രുക്മിണിക്ക് ആ മോഹിനിയുടെ സൗന്ദര്യം ഞാൻ തന്നു, പൊക്കോളൂ. എന്തൊരു വാത്സല്യ! അച്ഛനും അമ്മയ്ക്കും ഏട്ടന്മാർക്കും ഇല്ലാത്ത വാത്സല്യാണ് പാർവതി പരമേശ്വരന്മാർക്ക്. ശ്രീരാഗത്തുനിന്ന് കിട്ടുന്ന ആ വാത്സല്യം ഉണ്ടല്ലോ, അത് നമുക്ക് വേറെ എവിടെയും കിട്ടാനില്ല. അതാണ് കാളിദാസൻ പറയണില്ലേ, വാഗർത്ഥാവിവ സംപൃക്തവും വാഗർത്ഥ പ്രതിപത്തയെ ജഗതപിതരവും വന്ദേ പാർവതി പരമേശ്വരവും. ജഗത്പിതാക്കളായ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്തോടെ പുറത്തേക്ക് വന്ന രുക്മിണിയെ കണ്ട് അയാൾ അമ്പരക്കുമ്പോ ത്വമപി ഗുരുവായൂരപ്പ പിടുത്തേക്കും രുക്മിണിയെ കണ്ട് ഇത്രയുണ്ടല്ലേ രുക്മിണിയുടെ സൗന്ദര്യം എന്ന് തോന്നിയില്ലേ? പട്ടേലി കഥ പറഞ്ഞാൽ മതി. അപ്പൊ എന്തായി, രുക്മിണി വന്ന് ഭഗവാനെ അടിമുടി നോക്കി കണ്ടു. ശൃംഗാരരസ സർവസ്വം ശ്രീവിഞ്ച വിഭൂഷണം അംഗീകൃതനരാകാരം ആശ്രയേ ഭുവനാശ്രയം. തൻ്റെ മുടി മാടി ഒതുക്കുക എന്നുള്ള മട്ടില് വിരലകത്തി ഇങ്ങനെ ആക്കുമ്പോ കണ്ടു ഭഗവാനെ. രുക്മിണി നമസ്കരിച്ചു. ഇനിയൊന്നും വേണ്ടാവില്ല, താൻ അങ്ങനെ അർപ്പിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ധൈര്യമായിട്ട് നടന്നു. അപ്പൊ ഭഗവാൻ അബദ്ധായത് എന്താത്, കൊനുഗമിഷ്യസിധ ചന്ദ്രമുഖീതി താം സരസമേത്യ കരേണ ഹരക്ഷണാൽ. ഭഗവാൻ നിന്ന നിലയെന്ന് ഓടിച്ചെന്ന് ചാടിച്ചെന്ന് രുക്മിണിയുടെ കൈ പിടിച്ച് തൻ്റെ കയ്യിലേക്ക് ബലാത്കാരമായിട്ട് കയറ്റേണ്ടി വന്നു. അത് രുക്മിണിയുടെ കത്തിലുണ്ട്. രാക്ഷസേന വിധിനോദ്വഹ, ബലാത്കാരമായിട്ട് എന്നെ കൊണ്ടുപോകണം. അതെനിക്കൊരു എന്താ യോഗ്യതയാണതേ. ഇവിടുത്തെ പ്രാർത്ഥിക്കുക, അവിടുന്ന് വന്ന് ധൈര്യമായിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോവുക. അത് കണ്ടു എല്ലാവരും. നോക്കി നിൽക്കണവരൊക്കെ കൈയടിച്ചു എന്നല്ലാണ്ട് എന്താ നമുക്ക് പറയാനുള്ളത്. ബലരാമൻ വന്നു, കൃഷ്ണ കുട്ടിക്ക് പേടിയാവാണ്ട് തേര് തെളിച്ചോളൂ, ആരുണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാം. രുക്മിണിയാണ് രുക്മിണിയുടെ ഏട്ടൻ. യുദ്ധത്തിന് ശ്രീകൃഷ്ണന്റെ മുമ്പിൽ വന്ന് അബദ്ധായത്. അപ്പൊ എന്തായി, വാളെടുത്ത് രുക്മിണിയുടെ ഏട്ടനെ വെട്ടാൻ ഭാവിക്കുന്നു. ബലരാമൻ ചെന്നു, കൃഷ്ണ വേണ്ട. ശിശുപാലാദികളും ജരാസന്ധാദികളും വന്നപ്പോ അവരെയൊക്കെ ഓടിച്ച് ഞാൻ തന്റെ മുമ്പിലേക്ക് ഒപ്പെത്തിയത. അപ്പൊ താൻ ഇവിടെ വധം ഭാവിച്ചാലോ? വിടൂ, ഇത് സഹോദരനല്ലേ, മുടങ്ങില്ലേ മുഹൂർത്തം. അത് ശരിയാ, ഏട്ടൻ പറഞ്ഞു നന്നായി. അയാളെ മുടിയൊക്കെ ഒരു ഭാഗത്തേക്ക് കളഞ്ഞ് ചെരച്ചു വിട്ടു. അമ്മയോട് കൂടെ എടോ പറഞ്ഞു ബലരാമൻ, ഇങ്ങനെ വൃത്തികെട്ട് ശരീരമായിട്ട് തലയായിട്ട് നിൽക്കാണ്ട് പുതിയ പരിഷ്കാരമൊക്കെ ഇന്നത്തെ ആൾക്ക് പറയും. അന്നത് അത്ര പരിഷ്കാരമല്ല. ആദ്യകാലം ഇങ്ങനെ ചെരച്ച മുടിയായിട്ട് പാടം കൊയ്ത്തു കഴിഞ്ഞ പാടം പോലെ ആവാണ്ട് നേരെയായിട്ട് വരിക. രുക്മിണി കല്യാണത്തിന്റെ സമയത്ത് സ്റ്റേജിലിരുന്ന്
മലര് വാരി അനീതിക്ക് കൊടുക്കേണ്ട ചുമതല തനിക്കുണ്ട്. വേഷം നന്നാക്കി വരാൻ പറഞ്ഞു. എല്ലാം വിട്ടു. രുക്മിണി തലയും താത്തി പോയി. രുക്മിണി കരയുന്നുണ്ട്. അപ്പം പിന്നെ ഏട്ടൻ്റെ ഒരു ഉപദേശം രുക്മിണിയോട്. ഒട്ടും പ്രയാസപ്പെടരുത് രുക്മിണി. കൃഷ്ണന്റെ ഒപ്പം പത്നിയായിട്ട് ദ്വാരകയിലേക്ക് ഏട്ടനായ കാരണവനായ ഞാൻ സ്വാഗതം ചെയ്യണു. വന്ന് സുഖമായിട്ട് അവിടെ കഴിയ. ഒന്ന് ഓർമ്മിക്കുക, സ്വസ്ഥാഭവ ശുചിസ്മിതേ, സ്വസ്ഥാഭവ ശുചിസ്മിതേ. കഴിഞ്ഞു. 8 അക്ഷരേ ഉള്ളൂ ഉപദേശം. ആ 8 അക്ഷരത്തില് ഒരു വധുവിന് കാരണവരെ ഏട്ടൻ കൊടുക്കേണ്ട ഉപദേശം മുഴുവനും ഉണ്ട്. സ്വസ്ഥാഭവ ശുചിസ്മിതേ. എപ്പോഴും മനസ്സ് സ്വസ്ഥമാക്കണം. ഒരു വധുവിന്റെ ചുമതല അതാ കുടുംബിനിയുടെ. ശുചിസ്മിതേ. എന്ത് സംഭവിച്ചാലും അതിനെ പുഞ്ചിരിയോടെ നേരിടണം. ഇവിടെ രുക്മിണി കരഞ്ഞുകൊണ്ടാ? പാടില്ല. കരഞ്ഞുകൊണ്ട് നവവധുവിനെ, കുടുംബിനിയെ കാണാനിടയാവരുത്. അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും ഏട്ടന്മാർക്കും അനിയന്മാർക്കും ഒക്കെ ഈ നവവധു ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാറാവണം. ഏത് പാർട്ട് അഭിനയിക്കേണ്ടി വന്നാലും ചിരിച്ചുകൊണ്ട്. അതാണ് ഏട്ടൻ്റെ ഉപദേശം. രുക്മിണിക്ക് ചിരി വന്നു. പരീക്ഷിത്തെ ശ്രീശുഖം പറയാ, രുക്മിണീകൃഷ്ണന്മാർ ദ്വാരകയിലെത്തിയപ്പോഴേക്കും അവിടെ മുഴുവനും രുക്മിണീകൃഷ്ണന്മാർക്ക് സ്വാഗതം, രുക്മിണീകൃഷ്ണന്മാർക്ക് സ്വാഗതം. മംഗളം മംഗളം രുക്മിണീ വല്ലഭ, മംഗളം മംഗളം മാരുതനായക എന്നുള്ള നമ്മൾ പറയാ ബാനർ കെട്ടുക എന്നൊക്കെ പറയുന്നില്ലേ. എല്ലാ ദിക്കിലും ഉണ്ട്. രുക്മിണീകൃഷ്ണന്മാര് നടുവിച്ചത്ത് ആ ചടങ്ങനുസരിച്ച് കുടിവെപ്പ് മുതലായതിലൊക്കെ പങ്കെടുത്തു. സ്റ്റേജില് പാണിഗ്രഹണം, മാലയിടല്, മോതിരം കൈമാറല്, നടുവിച്ചത്ത് കുടിവെപ്പ് മുതലായത്, അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ വിധിവത് 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 വേണ്ട പോലെ. സാമർഗ്യജുർമന്ത്രൈ, സാമവേദോ ഋഗ്വേദോ യജുർവേദോ ഒക്കെ വേണ്ട വിധത്തില് അവിടെ മുഴങ്ങി. അതൊക്കെ ശിശുകൻ അങ്ങനെ വർണ്ണിച്ചു. എന്നിട്ടോ നമുക്കില്ല, നമ്മുടെ രുക്മിണീകൃഷ്ണന്മാരെ നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകിക്കൊണ്ട് ഇവിടെ ശോഭിക്കണം. നാളെ രുക്മിണീകൃഷ്ണന്മാരുടെ കുടുംബജീവിതം ദ്വാരകയിലുള്ളത് ആരംഭിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. പ്രദ്യുമ്നാദി പുത്രന്മാർ 16,108 ഭാര്യമാരുടെ മക്കളും മക്കളുടെ മക്കളും ഒന്നായിട്ട് ഉള്ള ദ്വാരകയിലെ കഥകൾ. അത് ഒടുവിൽ നാളെ വൈകുന്നേരം നമുക്ക് രാവിലെയുള്ള രാജസൂയവും കുചേലവൃത്തവും കഴിഞ്ഞ് സന്താനഗോപാലം കഴിഞ്ഞ് ഭഗവതുദ്ധവോപദേശം വരെ കേൾക്കാൻ ഉള്ള ഏർപ്പാട് ഗുരുവായൂരപ്പൻ സപ്താഹത്തിനും ചെയ്തിട്ട്